സ്റ്റീലാണ് അങ്ങനെ കണ്ടാണ് ഞാൻ പേര് മറന്നു പുള്ളിയുടെ. അപ്പൊ ആ പുള്ളി നടത്തുന്ന റണ്ണാണ് സ്റ്റീൽ ബോൾ. എനിക്ക് അറിഞ്ഞൂടാ പുള്ളിയുടെ ബോളാണോ പലരുടെ ബോളാണോ അങ്ങനെയാണ് പറയുന്നതിന് പുതിയൊരു അർത്ഥം This is another episode of Samskarika Weeps by Shinigami Studios. Yes. Special episode. We have a guest. Introduce yourself. നമസ്കാരം, എൻ്റെ പേര് കരുൺ. ഇവരാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവർ രണ്ടുപേരും കൂടെ ഷൗട്ട് ഔട്ട് ചെയ്ത് കരുൺ ഗിന്തമ്മ കാണാൻ വേണ്ടിട്ട് നിർബന്ധിക്കുന്നു. എന്നാലും കാണാത്ത ആൾക്കാരാണ് ഇവർ. നീ എന്ത് പറയണം, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് വൺ പീസ് ക്യാച്ചപ്പ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. ഇതിന്റെ ഇടയിൽ കൂടെ ഗിന്തമ്മ കൂടെ കാണാൻ സമയമില്ല. 367 എപ്പിസോഡ് അല്ലേ ഉള്ളു കേട്ടോ. ഓ ചെറുത്, വളരെ വാനമാർക്കിന്റെ അത്ര ഇല്ലത്. കാരണന്റെ ഒരു പാടേ ഉള്ളൂ. പിന്നെ നോക്കട്ടെ, നമുക്ക് പതുക്കെ കാണാം. സ്വാലി, introduce yourself. Introduction എനിക്ക് കേൾക്കാൻ ആരും ബാക്കിയില്ല. ബട്ട് സ്റ്റിൽ ഐ ആം സ്വാലി. ഓക്കെ, സോ അപ്പം നമ്മുടെ ഫസ്റ്റ് മീറ്റപ്പ് മുതൽ എല്ലാ മീറ്റപ്പിനും വന്നിട്ടുള്ള ഏക ആളാണെന്ന് തോന്നുന്നു. അതിലുണ്ട് അല്ല, വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു വോളണ്ടിയർ ടീമിലുള്ള ഒരു വ്യക്തിയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. അതിൽ അടുത്ത എപ്പിസോഡ് നിന്നെ എടുക്കുന്നതാണ്. ശരി, അവന് ഷൗട്ട് ഔട്ട് കൊടുത്തില്ലെന്ന് പറഞ്ഞു. ഭയങ്കര ഷൗട്ട് ഔട്ട് അതിൽ ഫോർ ബീങ് വെരി കൺസിസ്റ്റന്റ്. നമ്മുടെ എന്താ Okay, so we'll start the episode. The reason why Karan is here is because he has something to talk about Gintama. Para. Gintama എന്ന് എല്ലാരും പറയുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് ഗിന്തോക്കി, മറ്റേ മെയിൻ ക്യാരക്ടർ ഡോറേമോൻ എന്ന് കിടന്ന് വിളിക്കുന്നു. ഡോറേമോന്റെ പാട്ട് പാടുന്ന ഒരു സീൻ, ആ ഒരു സീനാണ്. അതും പിന്നെ മറ്റേ ഒരു കോക്രോച്ചിന്റെ ഒരു സീനുണ്ട്, ഹെൽപ്പ് മീ ഹെൽപ്പ് മീ. പക്ഷെ അവർക്ക് മിക്കവർക്കും അറിഞ്ഞുകൂടാ ഗിന്തമ എന്ന് പറയുന്ന ആ കോമഡി മാത്രമല്ല, അതിന് പുറമെ വേറൊരു ലോകമുണ്ട്. സീരിയസ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ നടക്കും. ഫോർ പീപ്പിൾ ഹു ഡസന്റ് നോ വാട്ട് ഗിന്തമ is, ഗിന്തമ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ ജനറൽ ആയിട്ടുള്ള അഭിപ്രായം എന്താ ഉണ്ട്. പക്ഷെ ഗിന്തമ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു എക്സ് വാർ വെറ്ററൻ, സിവിൽ വാറിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർ വെറ്ററൻ സോർട്ട് ബാൻ കാരണം കയ്യിലൊരു വുഡൻ സോഡുമായിട്ടാണ് നടക്കുന്നത്. അതാണ് അതിലെ മെയിൻ ക്യാരക്ടറിന്റെ പ്രത്യേകത. പുള്ളിക്ക് കാശില്ല, കാശിന് വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ട് ഒരു കമ്പനി അയാൾ സ്ഥാപിച്ചു, ഓഡ് ജോബ്സ് ഗിൻ, യോറസിയ ഗിൻ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് ആകെ ഒരു സ്റ്റാഫേ ഉള്ളൂ, പുള്ളി മാത്രമാണ്. അപ്പൊ പുള്ളിക്ക് വേണ്ടി സ്റ്റാഫായിട്ട് വേറൊരു പയ്യൻ വരും. അവന്റെ പേര് ഷിംപാച്ചി, ഒരു കണ്ണാടി വെച്ചവൻ. അവനെ എല്ലാരും കൂടെ എടുത്തിട്ട് താറ്റണ ആൾക്കാരാണ് പുള്ളിയെ പോലെ. പിന്നെ വേറൊരു മസിൽ, എന്തായാലും എല്ലാ ഗ്രൂപ്പിലും കാണുള്ള ഒരു മസിൽ, അങ്ങനത്തെ ഒരു മസിലാണ് കാഗ്ര എന്ന് പറയുന്ന ഒരു പെൺകൊച്ചി. പുള്ളിക്കാരി മനുഷ്യനല്ല, ഒരു ഏലിയനാണ്. അതന്നെ. അപ്പൊ ആ ഏലിയന്റെ പ്രത്യേകത അവരുടെ സ്ട്രെങ്ത് ആണ്, അവരുടെ ഇത് മെയിൻ സാധനം. കാരണം ഉള്ള യൂണിവേഴ്സിൽ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സ്പീഷീസ് എന്ന് പറയുന്നത് അവരാണ്. കാണാൻ മനുഷ്യനെ പോലെ ഇരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ അപാര പവറാണ്. പിന്നെ ഒരു പെറ്റും ഉണ്ട്, ഒരു പാവ. അങ്ങനെ നീ ഗൗരിയല്ലേ ഉദ്ദേശിച്ചത്? പെറ്റെന്ന് പറഞ്ഞപ്പോ എനിക്ക് ആദ്യം ഓർമ്മ. ആ പെറ്റിന്റെ സൈസ് കണ്ടാ നമ്മള് വായ നിറഞ്ഞിരിക്കും. ഇത്ര ജോ കുറച്ചുകൂടെ ചേരും. ഗൗരി കാലടിച്ച് നടക്കുക. ലൈഫിലേക്കായിട്ടുള്ള മിക്ക ക്യാരക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും റിലേറ്റബിൾ ക്യാരക്ടർ വരെ ഗിന്തമയിലുണ്ട്. ഒരു മദാവോ എന്നാണ് പേര്. പുള്ളിയുടെ ഒറിജിനൽ പേര് ഹസേഗാവ തൈസ, പക്ഷെ എല്ലാരും വിളിക്കുന്ന മദാവോ, ഷോർട്ട് ഫോർ മത്ത ദാമിന്ന ഒസാൻ. എന്നുവെച്ചാൽ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ആള്. ദാമിന്നയുടെ ദാ, ഒസാന്റെ ഓ, അങ്ങനെയാണ് മാ ദാ ഓ. മറ്റേ CID മൂസയുടെ
CID സമൂഹം. പുള്ളി എന്ന് പറഞ്ഞാൽ എങ്ങനെയും പാടുപെട്ട് ഒരു ജോലി കണ്ടുപിടിക്കും, എന്നിട്ട് ലീവ് എടുക്കുക. അല്ല ലീവ് എടുക്കണല്ല, ഈ നേരത്തെ പറഞ്ഞില്ലേ മൂന്ന് പേര് ഒന്ന് ഈ ജോലി തൊലയ്ക്കും, അങ്ങനെ അവളൊന്ന് പുറത്താക്കും. പിന്നെ ഡിപ്രഷൻ അടിച്ച് കുറച്ച് നാളത്തേക്ക് ഇരിക്കും, വീണ്ടും വരുന്നു, വീണ്ടും ജോലി കയറുന്നു, ഇവന്മാര് വരുന്നു, പുറത്താക്കും. ഇത് തന്നെയാണ് കഥ. നല്ല രസമാണ്. പക്ഷെ ഇങ്ങനെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. എന്തൊക്കെ നമുക്ക് എത്ര ബാഡ് ഈവൻസ് നമുക്ക് നടന്നാലും നമ്മൾ അതിനെ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് പറഞ്ഞിട്ട് ഓവർകം ചെയ്യുക, വീണ്ടും വീണ്ടും ട്രൈ ചെയ്തോണ്ടിരിക്കുക. മോട്ടിവേഷൻ. യെസ്, മോട്ടിവേഷൻ. മണ്ടത്തരാണോ? എന്നാലും കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഇൻസെൻസിബിൾ ടു ലൈക്ക് ഡു ദ സെയിം തിങ് അഗൈൻ ആൻഡ് അഗൈൻ എക്സ്പെക്ടിങ് a different response. Actually that's called insanity. Insanity. Doing the same thing over and over. Insanity എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോ ഓർമ്മ പറഞ്ഞ മറ്റേ അത് ഫാർ ക്രൈ 3 ലെവലില്ലേ. So people who have played Far Cry 3 would know one of the greatest villains to ever. എനിക്ക് തോന്നുന്നു ഫാർ ക്രൈയിൽ ഏറ്റവും ബെസ്റ്റ് ഇത് ഫാർ ക്രൈ സീരീസിലെ ബെസ്റ്റ് വില്ലൻ. അവനാണ് മറ്റേ ഈ ഐലൻഡിലിരിക്കുന്ന മീംസ് എങ്ങാണ്ട് കണ്ടിട്ടുണ്ട്. കിഡിലാണ്. ഡു യു നോ ദ ഡെഫിനിഷൻ ഓഫ് ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ക്യാരക്ടറിനെ ചവിട്ടി കണക്റ്റിയുന്ന സീനുണ്ട്. അത് കിഡിലാണ്. നമ്മളും GTA San Andreas ഒക്കെ. ഓക്കെ, സോ വി ആർ ടോപ്പിക് തന്നെ മാറുന്നു, യൂഷ്വലി ഉള്ളതാണ്. സോ ഫോർ സംബഡി ഹു വാണ്ട്സ് ടു ലൈക്ക് സ്റ്റാർട്ട് ഗിന്തമ്മ, നീ എങ്ങനെ ബ്രീഫ് ചെയ്യും? ഗിന്തമ്മ കാണുന്നതിന് മുമ്പ് ഒരു ലിസ്റ്റ് ഐറ്റംസ് കാണണം. ഓക്കെ, എന്നാലേ കാര്യമുള്ളൂ. എന്ത് പരിപാടിയാണ്? അതാണ് ബിഗിനേഴ്സിനല്ല ഗിന്തമ്മ പറഞ്ഞിട്ടുള്ളത്. ഗിന്തമ്മ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വെറ്ററൻസ് ആയിട്ടുള്ള, അത് ഞാൻ ഉൾപ്പെടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഞാൻ ബിഗ് 3 ആകെ നറൂട്ടോ മാത്രം കണ്ടിട്ടാണ് ചാടി കയറി ഗിന്തമ്മ പോയത്. ഞാൻ ഒരു റീല് കണ്ടായിരുന്നു. ആ റീലില് ഗിന്തമ്മയുടെ 2 ഫേസസ് എന്ന് പറയുന്നത്, ഒന്ന് ഒരു കോമഡി ഫേസ്, ഇതേപോലെ ഈ മറ്റേ ഡോറേമോൻ പാടുന്ന ഒരു സീനും, ഒന്ന് വേറൊരു സീന്. അതിലൊരു കിട്ടില്ല ഫൈറ്റില് അതിലൊരു ക്യാരക്ടർ വന്നിട്ട് വാളെടുത്ത് ഇവനെ വെട്ടാൻ നേരത്ത് ഇവൻ വാള് കടിച്ചു പൊട്ടിക്കുന്ന ഒരു സീനുണ്ട്. വിഷയൊരു സീനാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുമ്പം അവന്റെ ഇപ്പൊ ഒരു മെയിൻ ക്യാരക്ടറിന്റെ ഒരു ഫണ്ണി സൈഡും കോൾഡ് സൈഡും കാണിക്കണ പോലെ. പക്ഷെ അത് വിഷയ സീനായിരുന്നു. അത് കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം, എന്തായിരിക്കും ഇത് എന്നുള്ളത്. അങ്ങനെ ഞാൻ കണ്ടു. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ബാക്കി വൺ പീസ് ബ്ലീച്ചിലോട്ടൊക്കെ പോയത്. അതിനുശേഷമാണ് ബിഗ് 3 എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. അത് നറൂട്ടോ കണ്ടപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയത് ബിഗ് 3 എന്താണെന്ന് അറിയാനും അത് കാണാനും ഒക്കെ. അതിനുശേഷമാണ് ബ്ലീച്ച് ഒക്കെ കണ്ടു തുടങ്ങി. I think most of the people I've seen started big 3 from Naruto. എന്തുകൊണ്ട്? എല്ലാരും Naruto ആണ്. കാരണം നറൂട്ടോ പണ്ട് കാർട്ടൂൺ നെറ്റ്വർക്കിലെ വന്നിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു ഇത് വെച്ച് ആൾക്കാര് കണ്ടു തുടങ്ങി. അപ്പൊ നറൂട്ടോ കുറച്ചൊക്കെ അറിയാം. ആ ഒരു ഇതിലാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ ബ്ലീച്ചില് പോവും, ചിലര് പോവും, എന്നിട്ട് ഫസ്റ്റ് ഒരു 10-20 എപ്പിസോഡ് ആവുമ്പോഴേക്കും അവിടെ വെച്ച് നിർത്തും. എന്നിട്ട് നേരെ വൺ പീസിലോട്ട് ചാടും. പിന്നെ അത് 1000 എപ്പിസോഡ് അങ്ങനെ പോവും. അതാ വൺ പീസിന്റെ അതുകൊണ്ട് മാത്രമാണ്. ബ്ലീച്ചിന് ആ ഒരു നല്ല അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഇല്ല, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പോകണം. പക്ഷെ വൺസ് ഇറ്റ് ഗെറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഗുഡ്. When did you start anime in the first place? കോവിഡ് സമയത്ത് എന്റെ ഒരു ഫ്രണ്ട്. അപ്പൊ നീ പുതിയ ചെന്നൈ അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ കോവിഡ് വീബാണ്. ഞാൻ എന്തുകൊണ്ട് ഞാൻ നെഞ്ചു പിടിച്ചു പറയാം, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ കോവിഡ് വീബാണ്. പക്ഷെ ഞാൻ ഈ ന്യൂജനിൽ മാത്രം സ്റ്റിക്ക് ചെയ്യുന്ന ആളല്ല. കുറച്ച് ക്ലാസിക് ഇഷ്ടമാണ്. ക്ലാസിക് അനിമേസ്, കൗബോയ് ബീബോപ്പ്, ഇവാങ്കലിയൻ, പിന്നെ ഫിസ്റ്റ് ഓഫ് ദ നോർത്ത് സ്റ്റാർ കാണണമെന്നുണ്ട്. അലുകാർഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ഹെൽസിംഗ്, അത് കാണണമെന്നുണ്ട്. അതിലാണ് അലുകാർഡ് മറ്റേ തോക്ക് ഇങ്ങനെ കുരിശുപോലെ. ആലുകാർഡ് എന്ന് പറഞ്ഞ ക്യാരക്ടർ മറ്റേ സീരീസിലുണ്ട്, മറ്റേ നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ടല്ലോ, ഈ ഡ്രാക്കുള ഒക്കെ ഉള്ള. സ്യൂഡോണിയം അല്ല, അതിന്റെ ഒരു ഇതുണ്ട്, അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത്. അതാണ് സംഭവം.
അതാണ് അലുക്കാർഡും ഡ്രാക്കുള അലുക്കാർഡ് ലെറ്റേഴ്സ്. എന്റെ പേര് ഞാൻ പറഞ്ഞു. അതെനിക്ക് കാണണം, കുറെ ഓൾഡ് സ്കൂൾ കാണണമെന്നുണ്ട് എനിക്ക്. കാരണം ആ ഓൾഡ് സ്കൂളിന്റെ ആ ഒരു ആനിമേഷൻ ഫീൽ അക്കിറ കണ്ടുണ്ടോ? കാണണം. ഇപ്പൊ എക്സാമിന്റെ ആ ഒരു തിരക്കിലായത് എക്സാം സീസൺ കേറ്റി. ഈശ്വര കേറ്റിന് എന്റെ വക നല്ല സംഭാവന കിട്ടാറുണ്ട്. എന്റെ വക സമ്മാനം ഞാൻ കൊടുക്കാറുണ്ട്, നിർത്തി. ഇവൻ ഇപ്പോഴും സമ്മാനം എടുത്തോണ്ടിരിക്കും. കൊടുക്കുന്നുണ്ട്. മുളപ്പിശാലിയിൽ സ്ഥലം വാങ്ങിച്ചതിൽ നമ്മൾ രണ്ടുപേരുടെയും പങ്കുണ്ട്. ഓരോ എഞ്ചിനീയേഴ്സിന്റെയും പങ്കുണ്ട്. ഓരോ എഞ്ചിനീയേഴ്സിന്റെയും പഠിച്ച എഞ്ചിനീയേഴ്സിന്റെ ബാക്കി പിന്നെ സ്റ്റാർട്ട് ഉണ്ടായിരുന്നു എനിക്ക് കെങ്കനാശുറ കൊള്ളാന്ന് പറയുന്നുണ്ട്. പക്ഷെ ബാക്കി ഞാൻ കണ്ടായിരുന്നു. ബാക്കി ഇതാണ് മറ്റേ ബെർസർക്കില്ലേ 2016 ഒരു ആനിമേഷൻ പോലെ 3D ആനിമേഷൻ. അതുകൊണ്ട് നമുക്ക് അത്ര പിടിക്കൂല കാണാൻ. പക്ഷെ മാങ്ക ഒരു രക്ഷയില്ലെന്നാണ് കേട്ടോ. ബാക്കി കെങ്കനാശുറ അല്ലേ? കെങ്കനാശുറ ഞാൻ കണ്ടായിരുന്നു. എനിക്ക് വലിയൊരു ബാക്കിയിലുള്ള ക്യാരക്ടേഴ്സ് കുറച്ചുകൂടെ എനിക്ക് ജോജോ റിലേറ്റഡ് പോലെ, ജോജോയെ പോലെയാണ് എന്ന് വെച്ചാൽ സൈസും കാര്യങ്ങളൊക്കെ. ജോജോയിലും മറ്റേ ജോജോയിൽ അത്രയും സൈസ് ഉള്ളത് ആകെ ആദ്യത്തെ 3 പാർട്സ്. പാർട്ട് ഫാൻഡം ഇതുപോലെ ഫാൻഡം സ്റ്റോൺ, ഫാൻഡം ബ്ലഡ് ആണ് ഫസ്റ്റ്. സ്റ്റാർ ക്രൂസൈഡേഴ്സ് ആണ് തേർഡ്. സ്റ്റാർഡസ്റ്റ് ക്രൂസൈഡേഴ്സ് ആണ് തേർഡ് പാർട്ട്. സോ ലൈക്ക് അതിലൊക്കെ ഏകദേശം മറ്റേ ഒരു തൊട എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു സൈസ് അതാണ് ഒരു തൊട. മറ്റേ 2 തൊട, എന്റെ 2 തൊട ഒരുമിച്ച് വെക്കണം. ഉമ്മറിന് ഒരു ബൈസെപ്പ് ഫുള്ള് മറ്റേ ഗിഗാ ചാഡ് വൈബ്സ്. 17 വയസ്സേ ഉള്ളൂ. അതാണ് ഹൈലൈറ്റ് ഓഫ് ദ തിങ്. വെരി ബാഡ് എന്താ പറയാ ഫിസിക്കൽ. അതങ്ങനെ ഇറക്കാൻ കാരണമുണ്ട്. ആ ഇറക്കിയ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1980s ആണ്. ജോജോസ് ഡെബ്യൂ പറയുന്നത് 1987. അനിമേഷൻ സ്റ്റൈൽ സ്റ്റിൽ വെരി vaguely weird, right? പക്ഷെ അത് തോന്നലാണ്. നമ്മൾ ആദ്യം കാണുമ്പോ ഒരു ഇത്തിരി വിയേർഡ് ആയിട്ട് തോന്നും. കാരണം പേര് ബിസാറാണ്. അതാണ് എല്ലാരും അങ്ങനെയല്ല. ജോജോസിന്റെ ലൈക്ക് ഞാൻ കേട്ടുള്ള പൊതുവായ അഭിപ്രായം ലൈക്ക് ഒന്നുകിൽ ലവ് ഇറ്റ് അല്ലെങ്കിൽ ഹേറ്റ്. there is no in between. ആ സാധനമാണ്. സോ ഇഫ് യു വാച്ച് ജോജോ ലെറ്റ് us know what you think about it. കാരണം ഞാൻ കേട്ടുള്ള ജോജോസിനെ പറ്റിയുള്ള അഭിപ്രായം മീൻസ് ലൈക്ക് once you start you might love it or you might hate it. അതല്ല, അത് ഹെയ്റ്റ് ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് 2 കാര്യങ്ങൾ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് നല്ല സ്ലോ ആണ്, നല്ല ലാഗ്. എത്ര പാർട്ടുണ്ട് മൊത്തം ഇതുവരെ ആനിമേറ്റ് ചെയ്തിട്ടുള്ളത് 6 പാർട്സ്. മാങ്ക ഇറങ്ങിയിട്ടുള്ളത് 8 പാർട്ട്. ഇപ്പം 9ാമത്തെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഓൺഗോയിങ് ആണ് പുള്ളി. അത് ജോജോയുടെ പ്രത്യേകതകള് മെയിൻ ആയിട്ട് പറയുന്നത് മെയിൻ ക്യാരക്ടർ ഒരാളായിരിക്കൂല. ഓരോ പാർട്ടിലും ഓരോ മെയിൻ ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ എല്ലാം ഒരു ബ്ലഡ് ലൈനിൽ വരുന്നതാണ്. ജോസ്റ്റാർ ഫാമിലി എന്നാണ് എല്ലാവരും വരുന്നത്. പക്ഷെ എല്ലാവരും മറ്റേ ഇങ്ങനെ സ്പ്ലിറ്റ് ഇൻ ഓൾട്ടർനേറ്റ് വേ. ബ്ലഡ് ലൈൻ ഭയങ്കര അവരെ ഉത്തരവാദി ജോസഫ്. അറിയാവുന്നവർക്ക് അറിയാം. അങ്ങനെയൊക്കെ കുറച്ച് അല്ല, അത് കാണുമ്പോ മനസ്സിലാക്കിക്കോളും. നല്ല രസമാണ്. പക്ഷെ അത് കണ്ട് അറിയുമ്പോഴാണ് നമുക്ക് കാരണം ഏത് അനിമ കണ്ടു കഴിഞ്ഞാലും വലിയ വൺ പീസ് പെൻഡിങ് ആണെന്നുള്ളതിന്റെ ഗിൽറ്റ് ഉണ്ട്. അത് കാരണം എനിക്ക് ബാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല. എടാ അങ്ങനെയാടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇഫ് ഐ സ്പെൻഡ് കുറച്ച് ടൈം ഓൺ എനി അതർ അനിമേ കണ്ടോണ്ടിരിക്കും, പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് അടിക്കും. അയ്യോ ഞാൻ 380 എപ്പിസോഡേ ഉള്ളൂ, ബാക്കിയും കൂടെ കാണണ്ടേ. ആ സാധനം ഞാൻ മറ്റേ പണ്ടടങ്ങാൻ വേണ്ടി ഇനിയിപ്പോൾ അത് കാണാം അങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വേറെ അനിമയും കൂടെ ഫിറ്റും ചെയ്യാനുള്ളൊരു ഒരു 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 ക്ഷമയില്ല. പിന്നെ ജോജോയുടെ വേറൊരു കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് ലാഗാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു കാരണം ആർട്ട് സ്റ്റൈൽ വീട്. അതാണ് നല്ല വീടായിട്ട് തോന്നും. കാരണം അത് റെപ്ലിക്കേറ്റ് ചെയ്ത വേറെ സാധനം വേണമെന്ന് പറയുന്നത് നമുക്ക് ഒരു സാധനം വേണം. പക്ഷെ ജോജോയിൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സാധനം വേണം കാണിക്കുന്നത് ഒരു പോസ് ആണ് പറയണത്. പക്ഷെ ആ ഒരു പോസിനൊരു നല്ലൊരു എസ്തെറ്റിക് ഫീല് കിട്ടും. പക്ഷെ ബോഡി ബിൽഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് കുറെ ഇടത്ത്. പിന്നെ ജോജോസ് നല്ല രസമാണ്. കാരണം ഇതുണ്ടല്ല, ഒരു ഇൻസ്റ്റയിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. പുള്ളി നല്ല ബോഡി ബിൽഡറുമാണ്, ജോജോ ഫാനും ആണ്. പുള്ളി ഫ്ലെക്സ് ചെയ്യണ എല്ലാം ജോജോ പോസിലാണ്. ജെ റോസ് എന്ന് പറഞ്ഞൊരു
ജെ കട്ട്ലർ എന്നല്ല പോടാ, കട്ട്ലർ പിന്നെ കട്ട്ലറിന് ജോയ്സും കാണാൻ വേണ്ടി ഇരിക്കുന്നു. കാണുണ്ടോ? എനിക്ക് അങ്ങോട്ട് യോജിക്കുന്നില്ല. പിന്നെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ഇതിന് കിട്ടുന്നത് ജോയ്സ് ഗേ എന്ന് പറയുന്നതാണ്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഫാൻഡം. അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഫാൻഡം ഗേ അല്ല എന്ന് പറയാം. കാരണം മിക്ക ഫാൻസിന് ഞാൻ എന്നെ പറ്റി പറയാം, എന്നെ പറ്റി പൊതുവായിട്ട് ഞാൻ എങ്ങനല്ല. മെയിൻ കുറെ ഫാൻസുകളുണ്ട്, അവരെല്ലാം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഗേ ആണ്, ഞാൻ ഗേ അല്ല. No, see, there's nothing wrong with being gay. Like, it's your body, your choice. Yeah, anyways. That's our job. Okay. എന്ന് പറഞ്ഞാൽ കൂടുതലും മാസ്കുലിൻ ആയിട്ടുള്ള ഇതാണ് ക്യാരക്ടേഴ്സ്. അതിന്റെ ഓതർ തന്നെ പറയുന്നുണ്ട്, പുള്ളിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെൻ അവരെ വരയ്ക്കാനാണ് ഇഷ്ടം. ഫീമെയിൽസ് ഓക്കെ ശരി, ഫീമെയിൽസിന് നല്ല രീതിയിൽ വരയ്ക്കുന്നുണ്ട്. നല്ല എന്താ പറഞ്ഞാ മറ്റേ മൊണാലിസ ബ്യൂട്ടി ഉണ്ടല്ലോ, മൊണാലിസ ബ്യൂട്ടി എന്ന് വെച്ചാൽ റെനസാൻസ് പെയിന്റിങ്സിലുള്ള ലെവൽ ബ്യൂട്ടി നല്ല ഭംഗിയിലാണ് വരയ്ക്കുന്നത് പുള്ളി. പക്ഷെ അതേ സമയത്ത് ആ ഒരു ലെവൽ ബ്യൂട്ടി മെന്നിനും കൊടുക്കുന്നുണ്ട്. ഈക്വൽ ബ്യൂട്ടി എന്താ പറയാ, ഈക്വൽ ഇമ്പോർട്ടൻസ് മെന്നിനും ഉണ്ട്. എസ്തെറ്റിക്സ് ഉണ്ട്. പിന്നെ നമുക്ക് അത് തോന്നാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ പുള്ളി ഈ കവർ പേജിൽ കുറെ പോസുകൾ വരയ്ക്കും. ഈ പോസുകളെല്ലാം ഈ ചില മോഡലുകൾ പോസ് ചെയ്യൂലേ, പിന്നെ വോഗ് അങ്ങനെ ഇതുണ്ടല്ലോ, ഫാഷൻ മോഡൽസ് പോസ് ചെയ്യുന്നതിന്റെ ആ ഒരു പോസിങ്ങിന്റെ ഇത് റെഫറൻസ് വെച്ചിട്ടാണ് അത് വെച്ചിട്ടാണ് പുള്ളി വരയ്ക്കുന്നത്. അതിന്റെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ജോജോ പോസ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി, അത് കിട്ടും. അപ്പൊ അല്ലടാ, അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇസ് ഇറ്റ് ഡെബ്യൂട്ട് ഇൻ ലൈക്ക് 1987 സോ ലൈക്ക് ഏർലി 1990s. ആ സമയത്താണ് ജോജോസ് ഡ്രോയിങ് വരുന്നത്. ആ സമയം തൊട്ട് ഈ വോഗ് പ്ലേ ബോയ് മാഗസീൻസ് ഇൻസ്പയർഡ് ആണ് സംഭവം എന്നാണ് നീ പറഞ്ഞത്. ആ സമയത്തുള്ള വോഗില് യൂസ് ചെയ്തിട്ടുണ്ട്, വോഗിൽ യൂസ് ചെയ്തിട്ടുള്ളതാണോ വോഗിലെ ക്യാരക്ടേഴ്സിന് യൂസ് ചെയ്യുന്നത്? മോഡൽ ഫോട്ടോഷൂട്ട്സ് ഉണ്ടല്ലോ, ആ ഫോട്ടോഷൂട്ട് ചെയ്തെടുത്ത ആ ഫോട്ടോസിനെ നോക്കിയിട്ട് ആ രീതിയിൽ എങ്ങനെയാണോ ക്യാരക്ടർ നിൽക്കണം അതേപോലെ വെച്ച് വരയ്ക്കും. കുറച്ചുകൂടെ റിലേറ്റബിൾ ആക്കാൻ നോക്കിയതായിരിക്കും, കുറച്ചുകൂടെ ഒരു പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടി. എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം ഒരു ഫിക്ഷണൽ ഫീൽ അല്ലേ, ഇതൊരു റിയലിസ്റ്റിക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിന് വേറൊരു സംഭവം ഉണ്ട്, അത് കേട്ടിട്ടുള്ളതാണ്, ഈ കാറ്റഗറി എന്ന് കേട്ടിട്ടുണ്ടല്ലോ, മറ്റേ മാങ്ക ക്യാരക്ടേഴ്സ് എല്ലാം കാറ്റിന്റെ ഷേപ്പ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. പുള്ളി അങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്, പ്രോപ്പർ ഹ്യൂമൻസിന്റെ ഇത് വെച്ചിട്ടാണ്. അപ്പൊ നമ്മള് ജോജോ ക്യാരക്ടേഴ്സിന്റെ മൂക്കൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും, നമ്മൾ കൂടുതലും കൂർപ്പിച്ചല്ല വെക്കുന്നത്. ലൈവ് ഡ്രോൺ ജോജോ ക്യാരക്ടേഴ്സ് കസ്റ്റം ഡിസൈൻസ് വരയ്ക്കുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം ഇറ്റ്സ് വെരി ഈസി. ഒരു ഫേസ് സ്ട്രക്ചർ ഫോളോ ചെയ്ത് പോയിട്ട് കുറച്ച് ഡിസൈൻ വരച്ചെഴുതാൻ മതി. ജോജോസ് വരയ്ക്കുമ്പോൾ അങ്ങനെ, ജോജോസ് വരുമ്പോഴത്തേക്കും നിനക്ക് ജോ ലൈൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരയ്ക്കണം, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സോ ഇറ്റ്സ് ദാറ്റ്സ് വെരി ന്യൂ, നൈസ് പരിപാടിയാണ്. പിന്നെ ജോജോ നമുക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ കുറെ റീസൺസ് ഉണ്ട്. ഒന്ന്, നല്ല രസകരമായ ആനിമെ പറയുന്നത് രസകരമായിട്ടുള്ള OSTs, മറ്റേ പില്ലർമെന്റ് എനിക്ക് മറ്റേ ഈ സാധനം അത് ഞാൻ കുറെ ഞാനും കൂടുതലായിട്ടുള്ളതാണ്. പിന്നെ വില്ലൻസ് ദിയോ ബ്രാൻഡോ, ഫണ്ണി വാലന്റൈൻ, ഡിയോ ഹാസ് കുറെ ഫോളോവേഴ്സ്. ഞാൻ കേട്ടുള്ളത് ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഡിയോയ്ക്കെന്നാണ്. ലൈക്ക് ജോജോ ഇത് എടുത്ത് നോക്കുമ്പോൾ ജോതാര കൂജ ആണെങ്കിലും ബാക്കി ജോസഫ് ജോസ്റ്റാർ ആണെങ്കിലും ഫാൻസ് ഉള്ള ഡിയോ ബ്രാൻഡിനൊക്കെ. പക്ഷെ അവിടെ ആൾക്കാർ കുറച്ചുകൂടെ മറ്റേ ബാഡ് ബോയ് വില്ലൻ ആ സംഭവം ഇഷ്ടമാണ്. ജപ്പാനിലൊന്നും നല്ല ഫാൻസ്, നല്ല ഡിയോ ബ്രാൻഡോടെ ഇതും ഭയങ്കര ഇതാണ്, മറ്റേ പർപ്പിൾ കളർ, ഇത് ഗ്രീന്, ഗ്രീൻ ബ്ലാക്ക് യെല്ലോ ബ്ലാക്ക്, അത് മറ്റേ ഇവനാണ് ജിയോർണോ ആണ്. ജിയോർണോക്കാണ് പർപ്പിൾ ഇത് വരുന്നത്. ബ്ലോണ്ട് ഹെയർ അങ്ങനെ പിന്നെ വേറൊരു രസകരമായിട്ടുള്ള ജോജോയില് ഒരു ക്യാരക്ടർ ഉണ്ട്, ഈസ് ദ ഓൺലി ക്യാരക്ടർ വിച്ച് ഹാസ് 2 ബയോളജിക്കൽ ഫാദേഴ്സ്. അത് ചുമ്മാ അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും.
ഓക്കെ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ശരി. 2 ബയോളജിക്കൽ ഫാദേഴ്സ്. സ്പോയിലറാണ്. സ്പോയിലറാണ്. അപ്പൊ പിന്നെ സ്പോയിലറിലിട്ട് മറ്റേ ഇതാണ് പൊസഷൻ, അതുകൊണ്ടാണോ? അത് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എനിക്ക് പറയാനൊരു ഇതുമില്ല. കണ്ടിട്ടില്ലാത്തവർക്ക് നീ കണ്ടില്ലേ? ഞാൻ കുറെ മറ്റേ ഇങ്ങനെ സ്നിപ്പറ്റ് ആയിട്ട് മറ്റേ എന്താണ് സംഭവം എന്ന് അറിയണം, ആ ഇത് കൊണ്ടിട്ട് മറ്റേ ഇങ്ങനെ ഓരോ വോളിയത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട്, കാരണം എല്ലാം ഈ 2 വോളിയം 2-3 വോളിയം ചേർന്ന് വരുമ്പം വേറെ കഥയാണ്. അപ്പം നമ്മൾ എടുത്താലും വലിയ ഇത് വരത്തില്ല. ഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് ബേസ് മറ്റേ ഫസ്റ്റ് ഫാൻഡം ബ്ലഡ് അത്യാവശ്യം വായിച്ചാലും കുഴപ്പമില്ല. അത് പറയാം. അതുകൊണ്ട് മറ്റേ ഇന്ന പാർട്ട് തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ടൈം ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ ഫാൻഡം ബ്ലഡ് ഫ്ലോറിഡ പ്രിസം വരുമ്പോ മാത്രം ലൈക് ജോസലിന്റെ അച്ഛൻ 11 ആണെന്നുള്ളത്. എന്തോന്നറിയുന്നത് എല്ലാം ഒരു വയസ്സ് വേറെ. ജോളിൻ, ജോസഫ്, എല്ലാം ജോയാ, എല്ലാവരെയും ഇത് ജോജോ എന്ന് പറയുന്നതിന്റെ കാരണം അവരുടെ മെയിൻ ക്യാരക്ടറിന്റെ പ്രൊണൗൺസിയേഷൻ ജോണതൻ ജോസ്റ്റാർ, ജോസഫ് ജോസ്റ്റാർ, ജോത്തറോ കൂജോ. ജോത്താറ കൂജയിൽ എവിടെയാ ജോജോ? അവസാനത്തെ കൂജോ. ഓ കൂജോ. ഓ എങ്ങനെ വിട്ടാലും ജോജോ വിട്ടൊരു കളിയില്ല. കണ്ട 2 ജപ്പാനിലെ ജോത്തറോ, ആ ജോജോ ഒരുമിച്ച് വരും. 4th ജോസ്കെ ഹിഗാഷിക്കാത്ത. അത് എന്തുകൊണ്ട് ജോജോ എന്നുള്ളത് എനിക്കൊരു അനിമ കണ്ടു കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ പേരെല്ലാം മറന്നു. മറ്റേ പഠിച്ച് വെച്ചിട്ട് വന്നിരിക്കണം. നാണുണ്ടോ? ആനിമയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ആനിമയില് ക്വിസിന് മറ്റേ ടീം ഒപ്പായി ഇറങ്ങണമെങ്കിൽ കരുൺജി വേണം. കരുൺജി ഇല്ലെങ്കിൽ ടീം ഒപ്പായി ഇറങ്ങത്തില്ല. ഫൗണ്ടർ ഇവന്റെ കപ്പടിച്ച് ലാബ് ഉടന്ന് കൊടുക്കണ്ട. പ്രൈസ് ഇല്ല, ഫോർഫീറ്റ് അങ്ങനെയൊന്നും പറയണ്ട. ഇവര് തന്നിട്ടുണ്ട്, നല്ല ആൾക്കാരാണ്. ഫസ്റ്റ് മീറ്റപ്പിനും കിട്ടി, ഫോർത്തിനും കിട്ടി. തേർഡിൽ ഒരു മണ്ടത്തരം കാണിച്ച് എനിക്ക് കിട്ടാതായി. കുഴപ്പമില്ല, ഇനിയും ഉണ്ടല്ലോ. ലാസ്റ്റ് മീറ്റപ്പിനും തോറ്റി. ഫോമിലല്ലായിരുന്നു നമ്മൾ. ഫോമിലല്ലായിരുന്നു അതുകൊണ്ടാ 4 പേര് 4 വാർഡുമായി. ഇപ്പൊ എന്തോന്ന് കുഴപ്പമില്ല. കുഴപ്പമില്ല. എന്നാലും ലാസ്റ്റ് മീറ്റപ്പിലെ ഗെയിം ആൻഡ് സ്ലേയേഴ്സ് സ്റ്റിൽ മിസ്റ്ററി. ഓക്കെ, സോ ലാസ്റ്റ് മീറ്റപ്പ് വാസ് ഓൺ 17th. ഇറ്റ് വെന്റ് ഗ്രേറ്റ് ബൈ ദ വേ. മഴയായിരുന്നു, കുറച്ച് ഹിക്കപ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വെന്റ് ഗ്രേറ്റ്. വി ഹാഡ് കിടിലം പരിപാടി എന്നോൾ. അപ്പം അതിലേക്ക് എന്താ പറയാ, പതുക്കെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. എനിവേസ് സൂൺ കമ്മിങ് സൂൺ. സോ എനിവേസ് അതില് നമ്മൾ ക്വിസ് ഉണ്ടായിരുന്നു. ക്വിസില് സോ ദർ വർ വെരി ഫ്യൂ കിടിലം പേരുള്ള കുറെ ടീംസ് ഉണ്ടായിരുന്നു. അതിലൊരു വളരെ സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള സംഭവമായിരുന്നു ഗെയിം ആൻഡ് സ്ലേയേഴ്സ്. ആരാണെന്ന് ഒരു പിടിയില്ല. ലൈക്ക് നമ്പർ 2 അടിച്ചു. ലൈക്ക് ദേ കേം ഇൻ സെക്കൻഡ് പ്ലേസ്. പക്ഷേ ഗിഫ്റ്റ് വാങ്ങി ആരും വന്നില്ല. ആ ടീം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അവിടെ ഗെയിം ആൻഡ് സ്ലേയേഴ്സ് ഇല്ലായിരുന്നു. ഞാൻ ആ ടീമിനെ സെറ്റ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു. ടീഷർട്ട് ഓഫർ ചെയ്തു. എന്നിട്ട് ഗെയിം ആൻഡ് സ്ലേയേഴ്സ് കണ്ടില്ല. ഗെയിം ആൻഡ് സ്ലേയേഴ്സ് ഇല്ലായിരുന്നു അവിടെ. പോട്ടെ, ഇനിയിപ്പോ പറഞ്ഞ കാര്യമില്ല. എനിവേസ് പിന്നെ ജോജോസിന്റെ പവർ സിസ്റ്റം. ജോജോസിൽ ഇതുവരെ ഉള്ളത് 3 പവർ സിസ്റ്റംസ്. ഒന്ന് ഹമോൺ അഥവാ റിപ്പിൾ. അത് ഫസ്റ്റ് 2 ബോഡി ട്രെയിൻ ചെയ്തോ മാർഷ്യൽ ആർട്ട് പവർ യൂസ് ചെയ്തിട്ടുള്ള സൺലൈറ്റിന്റെ പവർ ഹാർനസ് ചെയ്യുന്ന ഡീമൺ സ്ലേയർ ഈസ് എ ജോജോ റെഫറൻസ്. മനസ്സിലാക്കി 2 ജോജോ റെഫറൻസ് ഉണ്ട്. ഒന്ന് ഈ ബ്രീത്തിങ് സ്റ്റൈൽ ഹമോൺ. 2 പെർഫെക്റ്റ് ബീയിങ്, സണ്ണിനെ കോൺകർ ചെയ്യുക എന്നുള്ള ഒരു ഐഡിയോളജിയല്ലേ മുസാനുള്ളത്. പുള്ളിക്കുള്ള സെയിം ഐഡിയോളജി പാർട്ട് 2 ഒരു ക്യാരക്ടറിനുണ്ട്. 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഒരാളെ അത് സക്സീഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞ എവിടെയെങ്കിലും ഒക്കെ നോക്കിയാലും അതാണ് ജോജോ സംഭവം. കാരണം അത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആനിമയാണ്. 2 ആനിമാങ്ക ഹിസ്റ്ററീസില് 2 മാങ്കാസ് ആണ് ഇതുവരെ ഉള്ളത് വെച്ച് നോക്കുമ്പോ നല്ല ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള. ഒന്ന് ജോജോസ്, 2 ഡ്രാഗൺ ബോൾ. ഡ്രാഗൺ ബോൾ ലൈക്ക് എന്താ പറയാ, പിന്നെ അതാണ് കാരണം ഡ്രാഗൺ ബോള് ഇൻഫ്ലുവൻസ് ചെയ്തത് ആക്ഷൻ പാക്ഡ് അഡ്വഞ്ചർ ആണ്. കാരണം നല്ല ഫൈറ്റ് സീൻസ്, ഇടി, നല്ല മാർഷൽ ആർട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇല്ലെന്നല്ല പറയാം.
പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ജോജോസ് അതുപോലെ ഒരു വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് തോന്നൂല, പക്ഷെ തോന്നും. അത് ലൈക്ക് ഇന്ത്യയില് അത്രയും പോപ്പുലർ അല്ല. ഇന്ത്യയിൽ പോപ്പുലർ എന്ന് പറയുമ്പോൾ വൺ പീസ് നറൂട്ടോ മാത്രമാണ്. ആനിമേന്ന് നറൂട്ടോ, JJK, ഇപ്പൊ അത് ന്യൂ വേവ്. എന്നാലും ആൾക്കാര് മറ്റേ ഓൾഡ് എന്ന് വിചാരിക്കുന്നത് നറൂട്ടോ, വൺ പീസ്, നറൂട്ടോ, ഡ്രാഗൺ ബോൾ, ലൈക്ക് അത്രേ ഉള്ളൂ. പോക്കിമോൻ, ഇത് നാലുമാണ് അവരുടെ. പക്ഷെ ജോജോ കുറച്ചുകൂടെ അങ്ങോട്ട് പുറത്തോട്ടൊക്കെയാണ് ജോജോക്ക് കുറച്ചുകൂടെ ലൈക്ക് നിറയെ ക്രിയേറ്റേഴ്സ് ജോജോ ഫാൻസ് ആണ്. സോ ലൈക്ക് നിറയെ റെഫറൻസ് ഉണ്ട്. മറ്റേ ഈവൻ തന്നെ കിങ് ക്രിസ്ത്യൻ ഇടയ്ക്ക് ചെയ്യാറുണ്ടല്ലോ. പുള്ളിക്ക് എപ്പോഴും വരാറുണ്ട് ജോജോ ഇത് ജോജോടെ ചെയ്യുമെന്ന് പറയുമ്പോ അങ്ങനെ കാറി ഇരുന്നോണ്ട് ദിയോ കിടന്ന് പാട്ട് കേൾക്കണതിന്റെ ഒരു ഇതുണ്ടല്ലോ. ബ്രാൻഡോട് എപ്പോഴും ചെയ്യാറുണ്ട്. എപ്പോഴും ചെയ്യും. അതിന്റെ ആളാണ്. കൊണ്ടുവന്നത് ഇപ്പോഴാണ്. അപ്പോഴാണ് ബ്രാൻഡ് വന്ന് താന്നത്. അതുവരെ ബ്രാൻഡായിരുന്നു. പിന്നെ കക്കാശി ആയിരുന്നു അങ്ങനെ ഏറ്റവും സെറ്റ് തന്നെ. കക്കാശി, ഇത്താച്ചി, സാഗുജുത്സു. പിന്നെ കുക്കിംഗ് സാഞ്ചി. So if you guys don't know who King Christian is, TikTok cosplayer ആണ്. മോളിൽ നമ്മൾ മറ്റേ ഇൻസ്റ്റാഗ്രാം ഇടാം. പുള്ളിക്കാരൻ ടിക്ടോക്ക് ക്രിയേറ്റർ ആണ്, കോസ്പ്ലെയർ ആണ്, ഇൻഫ്ലുവൻസർ ആണ്. പക്ഷെ രണ്ടിലും ഇതുവരെ അങ്ങേർക്ക് വെരിഫൈഡ് ആയിട്ടില്ല. പക്ഷെ കിട്ടിയില്ല. കിട്ടിയിട്ടില്ല. അത് എപ്പോഴും ചെയ്യും പുള്ളി. അതിന്റെ വെരിഫൈ സ്റ്റിൽ നോട്ട് വെരിഫൈഡ്. സ്റ്റാൻസ് എന്ന് പറയുന്നത് I have a question. സ്റ്റാർ പ്ലാറ്റിനം ആ സാധനം ഏതാണ്? അത് ഈ ജോത്തറോ കുജോയുടെ സ്റ്റാൻഡ് ആണ്. സ്റ്റാൻസ് എന്ന് പറയുന്നത് നമ്മുടെ സോളിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. നമ്മുടെ അയ്യോ അതിന് മുമ്പ് ബാക്കിലോട്ട് നമ്മള് തീരെ ഇതായിപ്പോ സ്കിപ്പ് ചെയ്തു. മറ്റേ ഇൻഫ്ലുവൻഷ്യലിന്റെ കേസ് ഞാൻ പറഞ്ഞില്ല. ഡ്രാഗൺ ബോള് ഇൻഫ്ലുവൻസ് ചെയ്തത് ആക്ഷൻ പാക്ഡ് അഡ്വഞ്ചേഴ്സ്, എല്ലാം നല്ല രസകരമായിട്ടുള്ള ഫൈറ്റ്. പക്ഷെ ജോജോസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കുറച്ച് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഫൈറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫൈറ്റ് നോക്കുമ്പോൾ ഇപ്പൊ അയാൾ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു, ഇപ്പൊ അയാളുടെ ഫൈറ്റ് ചെയ്യുന്ന രീതി കണ്ടിട്ട് അതിൽ നിന്ന് ഒരു വീക്ക്നെസ് കണ്ടുപിടിച്ച് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് പുള്ളിയെ തോൽപ്പിക്കുക. നല്ല സ്ട്രാറ്റജി വേണം. എല്ലാ ഫൈറ്റ്സും ജോജോയുടെ മിക്ക ഫൈറ്റ്സും സ്ട്രാറ്റജിക് ആണ്. ഇത് ജോത്തറോ വേഴ്സസ് ദിയോ ഫേമസ് ജോജോ ഫൈറ്റ് ആണ്. അത് മാത്രമേ ഉള്ളൂ ആക്ഷൻ പാക്ട്. അതുകൊണ്ടാണ് അത്രയും ഫേമസ്. ബാക്കിയുള്ള കുറെ ഫൈറ്റ്സുകളുണ്ട്, എല്ലാം ഇതാണ്. ശരി. ഞാൻ ഇപ്പൊ മറ്റേ വോളിയം 2 മറ്റേ ഫസ്റ്റത്തെ ഫൈറ്റ് ഉണ്ടല്ലോ ഫാൻഡത്തില്, ഇവൻ തിരിച്ചു വന്നിട്ട് വെടിവെച്ചിട്ടിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഇതിലേക്ക് ഫുള്ളി മറ്റേ ആലോചന മറ്റേ ചാടി ആവുമ്പോ കുറച്ചുകൂടെ അതാ പക്ഷെ മറ്റേ ഇങ്ങനെ വന്ന് മറ്റേ എന്തെങ്കിലും കാര്യം നടന്ന് ഹീറോയ്ക്ക് ബഫായിട്ട് വന്ന് ഹീറോ ഇടിച്ചു തെറിച്ച് ആ സ്കീമല്ല. വില്ലന് തന്നെയാണ് പവർ കൂടുതൽ. സ്ട്രാറ്റജിക് ആയിട്ട് ഫൈറ്റ് ചെയ്യും, ബുദ്ധി കൊണ്ട് ആളെ തോൽപ്പിക്കുക. അതാണ് പ്രത്യേകത. പിന്നെ ഇതിലെ വില്ലൻസ് ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടേഴ്സ് ആണല്ലോ. ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കിഡിലൻ ക്യാരക്ടേഴ്സ് എന്നുള്ളതാണോ അത് അവരുടെ പവർ ആണോ എന്താണ് ഉദ്ദേശിക്കുന്നത്? കിഡിലൻ ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര മെനസിംഗ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു വില്ലന് ബാക്കിയുള്ള നമ്മളിപ്പോട്ടെ നറൂട്ടോ, വൺ പീസ് ഒക്കെ എടുക്കുമ്പോൾ അതിലെ മെയിൻ വില്ലൻസിന്റെ പ്രത്യേകത നമുക്ക് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, സിമ്പതി തോന്നുന്നു. നറൂട്ടോ ഇതിലുണ്ട് ആ ഒരു സിമ്പതി തോന്നും. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. നീ കാണിച്ചത് ശരിയല്ല, നീ ചാവും ഡാഷ്. ആ ഒരു രീതിയിൽ ഉള്ള പരിപാടിയാണ് ആൾക്കാർ കാണിക്കുന്നത്. അങ്ങനെ ബാക്ക് സ്റ്റോറി ഇല്ല, ബാക്ക് സ്റ്റോറീസ് ഇല്ല മിക്ക എണ്ണത്തിന്. ഐസിനെ പോലെയാണ് കുറെ ഒക്കെ. ഡിയോയ്ക്ക് ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ദിയോ നോക്കിയപ്പം ജോണത്തന് എല്ലാം ഉണ്ട്. ഞാൻ ദാരിദ്ര്യത്തിലാണ്, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ കഴിക്കുന്നു എങ്കിൽ ഞാൻ അതുകൊണ്ട് അവന്മാരുടെ കുടുംബം കുളം തോന്നുന്നു. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഒരു ഷേക്സ്പിയർ ഡ്രാമ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വന്ന് ഇങ്ങ് വരെ എത്തി. 34 വർഷമായിട്ട് വർക്കിംഗ്. 36 ആയല്ലേ? 1987. 36 വർഷമായിട്ടും പുള്ളി ഫീൽഡിലാണ്. എന്നിട്ട് പുള്ളി ഇതിലായിട്ട് ഏജ് ചെയ്തിട്ടില്ല. പുള്ളിയുടെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ മതി. ഓദറിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഫേസ് മറച്ച്, ഈവൻ ലെജൻഡറി ഓടാ പുള്ളി വരെ ഫേസ് മറച്ചാണ്
ആൾക്കാരെ മീറ്റ് ചെയ്യാതെ നടക്കുന്നു, ഒളിച്ചൊളിച്ചാണ് നടക്കുന്നത്. ഓട, ഗേഗെ, സംഭവമായിരിക്കും മറ്റേ ഇതുണ്ടല്ലോ ആ സിനിമ എന്തോ മറ്റേ ഫോം വിളിച്ചിട്ട് അച്ഛൻ മറ്റേ ടേക്കൻ പറയണ പോലെയാണ് ആ സ്കീമാണ്. അതേപോലെ പക്ഷെ ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ്, ഫുൾ പബ്ലിക്കാണ്. ഞാനാണ് ഇതിന്റെ ഓതർ എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് അങ്ങേര് നടക്കും, ഒരു മടിയില്ല. സ്കിൽസ്, കഴിവ്. പിന്നെ ജോജോസിന്റെ വേറൊരു പ്രത്യേകത, പാരീസിലെ ഫേമസ് ലൂവർ മ്യൂസിയം, ആ ഒരു ഫേമസ് മ്യൂസിയം, അതിലാണ് മോണാലിസ കീപ്പ് ചെയ്യുന്നത്. അതില് ഡിസ്പ്ലേ ചെയ്ത ഏക അനിമാങ്ക ഡ്രോയിങ്സ് ജോജോസിന്റെ ആണ്. ആ ഒരു ഒരു എന്താ പറയാ, ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു 2013. വേൾഡ് വൈഡ് ആയിട്ടുള്ള ആർട്ട് സ്റ്റൈൽസ് പലയിടത്തു നിന്ന് ആർട്സ് അവര് കളക്ട് ചെയ്ത് നോക്കിയപ്പോൾ ജപ്പാനിൽ ഇതേ കണക്കുള്ള ഇതായിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടത് ആ ടൈമിൽ ഇറങ്ങിയത് പാർട്ട് 7 ജോജോ സ്റ്റീൽ ബോൾ റൺ എന്ന് പറഞ്ഞൊരു പാട്ട്. അതിന്റെ ആർട്ട് വളരെ നല്ല ഡെവലപ്പിംഗ് ആണ്. പുള്ളിയുടെ ആർട്ട് ആദ്യത്തെ 3 പാർട്ടിലൊരു ആർട്ട്, 4-ാമത്തെ 5-ാമത്തെ 6-ാമത്തേല് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലാണ്, നല്ല ഡെവലപ്പിംഗ് ആണ്. 7, 8, 9 ഇപ്പൊ അതിനൊരു സ്റ്റൈലാണ്. അപ്പം ആ ഒരു 7, 8, 9 ആ ഒരു കാലത്തിലാണ് ഇവര് കണ്ടപ്പോ ഇവർക്ക് ആ ഒരു സ്റ്റൈൽ ആർട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളിയെ വിളിച്ച് ഇതേപോലെ എക്സിബിഷൻ ഉണ്ട്, അപ്പോൾ അതിലോട്ട് താങ്കളുടെ ഫോട്ടോസ് ഇതിന്റെ ആർട്സ് ഒന്ന് വേണമെന്ന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞ് പുള്ളി തന്നെ കയറി നല്ല ലൈഫ് സൈസ് പോർട്രേറ്റ് എല്ലാം ഉണ്ട്, എല്ലാം നല്ല രീതിയിൽ വരച്ച് ഡിസ്പ്ലേ ചെയ്തു. സൂപ്പർ സാധനങ്ങളാണ് എല്ലാം. അവിടെ തന്നെ അതിന്റെ ഇത് വെച്ച് മൊണാലിസയുടെ കൂടെ എന്റെ ആത്മാവൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് സംതിങ്. അല്ല, മൊണാലിസ ഇഷ്ടപ്പെട്ട ഒരു വില്ലൻ ഉണ്ട് അതില് ജോജോസിൽ. ഓ അങ്ങനെ, ഓക്കെ. അത് തന്നെ ഹിരായോഷിക്കാഗെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ലോക്ക്ഡൌൺ കാലത്ത് തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മീം അല്ലായിരുന്ന വതഷിനോ നവാക്കിര യോഷിക്കാഗെ എന്ന് പറഞ്ഞൊരു ഹെഡ് ജോഗ് പറഞ്ഞ സീന്, ഒരു ഏതെങ്കിലും ഒരു ക്രിഞ്ച് വീഡിയോ കണ്ടതിന് ശേഷം വന്നിട്ട് ഇങ്ങനെ ഒരു ഹോളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് വതഷിനോ മൈ നെയിം ഇസ് കിര യോഷിക്കാഗെ ഐ ലിവ് ഹിയർ. I think we'll put the meme ഇവിടെ വീഡിയോയിൽ അറിയാതെ COVID was a very weird time. I don't remember half the stuff that happened because it was very traumatic. 22 കഴിഞ്ഞ വർഷം എപ്പോഴാണ്, കഴിഞ്ഞ വർഷം ഈ വർഷം എന്തായാലും we'll put the meme. അപ്പൊ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ ഇന്ത്യയിൽ അത്ര ഫേമസ് അല്ല. ഇന്ത്യയിൽ ഫസ്റ്റ് പാർട്ട് ഉണ്ട്. ഇവിടത്തെ വീബ്സിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇന്ത്യയില് വീബ്സ് കൂടിയത് കോവിഡ് സമയത്താണ്. നമ്മളല്ല പറഞ്ഞത്, കോവിഡ് വീബിൽ നിന്നാണ് ഇത് വരുന്നത്. കോവിഡ് വീബ്സിന്റെ കുഴപ്പം എന്താ വെച്ചാൽ അവരുടെ മിക്കവരുടെയും ഫസ്റ്റ് ആനിമെ AOT അല്ലെ ഡെത്ത് നോട്ട് അല്ലെ ഡീമൺ സ്ലേയർ അല്ലെ JJK. ഇതിന്റെ ഒക്കെ പ്രത്യേകത ആദ്യത്തെ ഫ്യൂ എപ്പിസോഡ്സ്, ഒരു 2-3 എപ്പിസോഡിലെ സ്റ്റോറി അങ്ങ് കൊണ്ടങ്ങ് കയറും. പക്ഷെ പണ്ടത്തെ Demon Slayer, like I'll tell something to piss you guys off. Demon Slayer, there's no particular story, to be honest. ഇല്ല. പക്ഷെ JJK ഇപ്പോഴും അയാൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്, ഇന്ന് ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം ക്യാരക്ടർ ഡെവലപ്മെന്റ് ആകും. ഓരോരോ ഫോട്ടോ ഇട്ടിട്ട് ഡെത്ത് നോട്ടിലാണെങ്കിലും മറ്റേ ഒരു സംഭവം. പിന്നെ അറ്റാക്ക് ഓൺ ടൈറ്റനിലാണെങ്കിൽ പറ മരണം എല്ലാരും ഓടിച്ചിട്ട് തല്ലി കൊല്ലുന്നു. ഐ തിങ്ക് ദാറ്റ് സ്പാർക്സ് എ സെൻസ് ഓഫ് ലൈക്ക് സർപ്രൈസ്. അതാണ് ആൾക്കാരെ പിടിച്ചു നിർത്തുന്നത്. അതല്ലാണ്ട് അത് കണ്ടിട്ട് ആ ഒരു എക്സ്പെക്ടേഷനിലാണ് ബാക്കിയുള്ളത് കാണുന്നത്. എക്സ്പെക്ടേഷൻ അല്ലടാ, അത് വെരി ത്രില്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ക്യാരക്ടറിന്റെ ഡിമൈസ് ഇസ് വെരി സർപ്രൈസിങ്. അപ്പം ആൾക്കാരായിരിക്കും അടുത്തിനും സംഭവിക്കും. സോ ദാറ്റ് തിങ് വിൽ മേക്ക് യു എന്താ പറയുക വോണ്ട് വാച്ച് മോർ. അതാണ്. അല്ലാതെ സ്റ്റോറി ഡെവലപ്മെന്റ് ഒക്കെ കാണണം, അല്ലെങ്കിൽ സ്റ്റോറിയുടെ ഒരു പുതിയ നല്ല ക്യാരക്ടർ ആർക്കൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഗോൺ ടു മോർ ക്ലാസിക് അനിമേസ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. പക്ഷെ
ജോജോസ് ഒരു ക്ലാസിക്കൽ ആനിമയാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസിക്സ് ആണത്. high praise, but yeah, sure. കാരണം I don't think we talk about JoJo's that much. വളരെ peculiar ആയിട്ടുള്ള സാധനമാണ്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞല്ലേ ജോജോ ഫസ്റ്റ് പാർട്ട് കുറെ ബോറിങ്, കുറച്ച് ലാഗാണ്, നമുക്ക് ആ ഒരു ഇതിലോട്ട് എത്താൻ ഇത്തിരി പാട് വരും. അപ്പൊ അതും ഈ ആർട്ട് സ്റ്റൈലും കൂടെ നോക്കിയപ്പോ ഇവർക്ക് അത്ര പിടിച്ചില്ല. അങ്ങനെയാണ് ഇവർ അവിടെ വെച്ച് അങ്ങ് നിർത്തും. കുറെ പേര് പറയുന്നത് എനിക്ക് ഫാൻഡം ഇത് തന്നെ, ഫാൻഡം ബിൽഡ് തന്നെ പിന്നെയാണ് ആനിമേറ്റ് ആവുന്നത്. ഫസ്റ്റ് ആനിമേഷൻ നടക്കുന്നത് സ്റ്റാർഡസ്റ്റ് ക്രൂസൈഡേഴ്സിന്റെ ഒരു ഫിലിം ആയിട്ടാണ്. പാർട്ട് 3യുടെ ഒരു ഫിലിം പോലെ 1999 അത് നല്ല രസമാണ് കാണാൻ. അത്യാവശ്യം ആ 1999 പീക്ക് ആനിമേഷൻ ആണ് അതിന് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് ഇപ്പോഴും അതിന് ബെസ്റ്റ് ക്വാളിറ്റി ആനിമേഷൻ, ബെസ്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. അതിന്റെ എത്ര 480 360 ആ ഒരു ക്വാളിറ്റിയിലേ കിട്ടുള്ളൂ. കാരണം അത് ജപ്പാനിൽ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. കാരണം ആ ടൈമിലൊന്നും അത്ര ഹിറ്റ് അല്ല ജോജോസ്. ടെലിഗ്രാം ആ ടൈമിൽ ഞാൻ ടെലിഗ്രാം, കോവിഡ് സമയത്ത് ഞാൻ ടെലിഗ്രാം. പിന്നെ ജോജോസ് കണ്ടു തുടങ്ങുന്നത് ഇപ്പം ഈ ഒരു ടൈമിലുണ്ടായിരുന്നു ഒരു ക്യാരക്ടറിനെ പല പല സ്റ്റുഡിയോസ് പല പല ആനിമേഷൻ യൂണിവേഴ്സിൽ കാണാൻ എങ്ങനെ ഇരിക്കും ആ ഒരു അതിൽ ജോജോസ് ഒന്ന് കൊള്ളത്. പിന്നെ മറ്റേ ആ ജോജോസിന്റെ ആ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, ഒരു മെനസിങ് സിമ്പിള്, ആ ഒരു ഇതുകൂടെ കണ്ട കൊള്ളാം. അപ്പൊ ഇതൊന്ന് കണ്ടു നോക്കിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് കണ്ടതാണ്. കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. പക്ഷെ മാങ്ക വായിച്ചപ്പോഴാണ് അതിലും ഇഷ്ടപ്പെട്ടു. മാങ്ക പാർട്ട് 7 മസ്റ്റ് വാച്ച്. അത് മറ്റേ ഇതിന്റെ സെക്കൻഡ് പാർട്ട് അല്ലേ, മറ്റേ സ്റ്റീൽ ബോൾ റൺ അതിന്റെ സെക്കൻഡ് പാർട്ട് അല്ലേ അതിൽ പറഞ്ഞ, ലൈക്ക് അതിന്റെ കണ്ടിന്യൂഷൻ അതാണ് 7 അല്ലേ 8 ആണ് അതിന്റെ കണ്ടിന്യൂഷൻ. 7 തൊട്ടാണ് ഒരു പുതിയ യൂണിവേഴ്സ് വരുന്നത്. ഹോഴ്സ് റേസ് ബേസ് അങ്ങനെ എന്തോ. നമ്മൾ വിചാരിക്കും വെറും ഒരു ഹോഴ്സ് റേസ് ആണ്, വൺ പീസും അല്ലാണ്. നമ്മൾ വിചാരിക്കും ഒരു റബ്ബർ ബോയ് എന്താ പറയാ പൈരറ്റ് ട്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പോകുന്നു. പക്ഷെ അതല്ല കഥ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്ലോലി ടേണിംഗ് ഇൻ ദ ഫാൻ ബോയ്. അങ്ങനെയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇങ്ങനെ പറയുമ്പോൾ മറ്റേ റബ്ബർ ബോയ് ഗോയിങ് ടു ഫൈൻഡ് ദ പൈറേറ്റ് ട്രഷർ ആ സംഭവം അല്ല. നമുക്ക് വി obviously know there are a lot of things that gonna unfold when we start ചെയ്യുമ്പോൾ തന്നെ we know for a fact it's going to unfold. ലൂഫി നമ്മുടെ ഒരു മെയിൻ ക്യാരക്ടർ നമ്മൾ കാണുന്ന അല്ല, ലൈക്ക് there are a lot of interesting things that will happen to him എന്നുള്ള സംഭവം നമുക്ക് കാണുന്നുണ്ട്. I don't think പക്ഷെ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യൂല. അതാണ് One Piece it's evident, it's very evident from the first episode onwards. We obviously know എന്താണ് ഈ ക്യാരക്ടർ എങ്ങനെ ആവും, എങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നു, ലൈക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടും when the story goes forward. Is Jojo's the same? Like that's a question. Is Jojo's the same? ഈ സ്റ്റീൽ ബോൾ റണ്ണിന്റെ പ്രത്യേകത നമ്മൾ വിചാരിക്കും ഇയാള് ഇതേ കണക്ക് ഒരു ക്രിപ്പിളാണ് അതിലെ മെയിൻ ക്യാരക്ടർ. അതിലെ ജോജോ എന്ന് പറയുന്ന ഒരു ക്രിപ്പിളാണ്. Nice, that's surprising. പുള്ളി ക്രിപ്പിൾ ആയതാണ്, ഒരു ആക്സിഡന്റ് സംഭവിച്ച് ക്രിപ്പിൾ ആവുന്നതാണ്. Spoilers ആണോ? അത് കഥയിൽ പറഞ്ഞോളാണ്, സിമ്പിൾ ആണ്, കുഴപ്പമില്ല. പുള്ളി ഒരു ഹോഴ്സ് ഒരു ജോക്കിയായിരുന്നു. അപ്പൊ പുള്ളിക്ക് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം നടക്കാൻ വയ്യ, വീൽ ചെയറിലാണ് യാത്ര. നടക്കുന്നത് എത്ര 1700s ആ ഒരു സമയത്ത് ആ ടൈമിലുള്ള അമേരിക്കയിലാണ് കഥ. ആ ടൈമിൽ നടക്കുന്ന ആ ടൈമിൽ ഏറ്റവും ഫേമസ് ബില്യനെയർ ആയിട്ടുള്ള ആള് ഒരു ഹോഴ്സ് ബാക്ക് റേസ് നടത്തും. അതാണ് ഈ സ്റ്റീൽ ബോൾ റൺ. പുള്ളിയുടെ പേരാണ് സ്റ്റീൽ, പുള്ളിയുടെ ഫാമിലി നെയിം സ്റ്റീൽ. ഈ സ്റ്റീലിന് ഒരു അർത്ഥമുണ്ടോ? എന്ത് സ്റ്റീൽ, എവിടത്തെ സ്റ്റീൽ? എന്തോ സ്റ്റീലാണ് അങ്ങനെ കണ്ടാണ് ഞാൻ പേര് മറന്നു പുള്ളിയുടെ. അപ്പൊ ആ പുള്ളി നടത്തുന്ന റണ്ണാണ് സ്റ്റീൽ ബോൾ. എനിക്ക് അറിഞ്ഞൂടെ പുള്ളിയുടെ ബോളാണോ പലരുടെ ബോളാണോ അങ്ങനെയാണ് പറയുന്നതിന് പുതിയൊരു അർത്ഥം ആയിരിക്കും. അങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പുള്ളി നോക്കിയപ്പം മെയിൻ ക്യാരക്ടർ വരുന്ന വഴിക്കാണ് ഒരു മെയിൻ ഈ ജോജോയ്ക്ക് ഒരു ജോബ്രോ കാണും. അങ്ങനെ ഈ ജോബ്രോ എന്നെ കണ്ടുമുട്ടുമ്പോ പുള്ളി എന്തോ ആണ് എന്ന് ഇവൻ മനസ്സിലാവും. അപ്പൊ അവന്റെ പിന്നാലെ പോകുന്നതാണ് കഥ. അവന്റെ പിന്നാലെ പോയി ഇത്
പോവും. അങ്ങനെ പോകുമ്പോഴാണ് അങ്ങ് കഥ അങ്ങ് കൊണ്ടങ്ങ് വിസ്തരിക്കും. നമ്മൾ Unfold വിചാരിക്കും mystery. സാധാ ഒരു റേസ് അല്ല, ഇത് ഒരു ട്രഷർ ഹണ്ടാണ്. ട്രഷർ എന്ന് പറയുന്നത് ഒരാളുടെ ഡെഡ് ബോഡി കണ്ടുപിടിക്കണം. ഒരു സെയിന്റ് ആണ്, ഒരു സെയിന്റിന്റെ ഡെഡ് ബോഡിയാണ്, പവർഫുൾ ആയിട്ടുള്ള സെയിന്റ്. പുള്ളി ഒരു സ്റ്റാൻഡ് യൂസർ ആയിരുന്നു. ഇന്ത്യാന ജോൺസ്. അതെ. അപ്പൊ ഇന്ത്യാന ജോൺസ് ആയി. അതേപോലെയൊക്കെ ആവും. ആ ഒരു പുള്ളിയുടെ പ്രത്യേകത ഒരു പണ്ടേ ഉണ്ടായിരുന്ന ഒരു പവർഫുൾ സെയിന്റ് ആണ്. വായിച്ചവർക്ക് മനസ്സിലാവും അതാരാണെന്ന്. പുള്ളി ഒരു പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു പവർഫുൾ സെയിന്റ്. പുള്ളിയുടെ പ്രത്യേകത അയാൾക്ക് ആൾക്കാരെ ഹീൽ ചെയ്യാൻ പറ്റും. യേശുവിനെ പോലെയായിരുന്നു, യേശുവിന്റെ ആ ഒരു ലെവലായിരുന്നു ഇന്ത്യാന ജോൺസ്. അത് തന്നെ. എന്നിട്ട് അപ്പൊ പുള്ളിക്ക് സ്റ്റാൻഡ് ഉണ്ട്, സെറ്റ് ടു ബി ദ മോസ്റ്റ് പവർഫുൾ സ്റ്റാൻഡ് യൂസർ. പുള്ളിയുടെ പവർ എന്തെന്ന് വെച്ചാൽ പുള്ളിയുടെ അത്രയും പവർഫുൾ എങ്ങനെയാണ് ചോദിക്കുകയാണെങ്കിൽ പുള്ളിക്ക് മറ്റുള്ള ആൾക്കാർക്ക് സ്റ്റാൻഡ് കൊടുക്കാൻ പറ്റും. വേറെ എന്തോ ഇതില്ലല്ലേ മറ്റേ അമ്പബോ, ഈ അമ്പിന്റെ അത് പറഞ്ഞ ഇതിന്നാണോ? ഓക്കെ ഓക്കെ ഓക്കെ. കണക്ടിങ് ദ ഡോട്ട്സ് സോയിലിംഗ്. ഓക്കേ. അപ്പൊ കുറച്ചുകൂടി ഇൻട്രീഗിങ് ആയിട്ട് തോന്നും. അങ്ങനെ ചെന്ന് എത്തുമ്പോഴാണ് ഇത് ആരെന്ന് നമ്മൾ അറിയും. വായും തുറന്നിരിക്കും. എന്നിട്ട് വായി തുറന്നിരിക്കാനുള്ള അവസരം നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾ പോയി ബാക്കി മാങ്ക വായിക്കാം. എനിവേസ് ഓർ വാച്ച് ജോജോ സ്പൈഡർ. സ്റ്റാർഡസ്റ്റ് ക്രൂസേഡേഴ്സ് അല്ല, ഫുൾ ഇത് മൊത്തം കണ്ടിട്ട് വായിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ 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 ഫൈൻ. മറ്റേ 7ാമത്തെ പാർട്ടിലോട്ട് പുതിയൊരു പവർ സിസ്റ്റം വരുന്നുണ്ട്, സ്പിൻ എന്ന് പറഞ്ഞു. ഓ കുറെ ഉണ്ടല്ലോ ഇത്. 3 പവർ സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ. പവർ സിസ്റ്റംസ് അല്ല, മൊത്തം എത്ര എപ്പിസോഡ്സ് ഉണ്ടാവും? 175 സംതിങ്, 200-നകത്തേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഫസ്റ്റ് സീസൺ 26 എപ്പിസോഡ്, പിന്നെ 46, പിന്നെ 39, പിന്നെ 39. എനിക്ക് അത്രേ അറിയാം. നോക്കിയില്ല, കുറച്ചേ ഉള്ളൂ. നമ്മള് വിചാരിക്കും ഇത്രയും ഉണ്ടാവും, ഇത്രയും കാലം ഉണ്ടായിരുന്നല്ലോ വൺ പീസ് കാണുമെന്ന് വിചാരിക്കും. പക്ഷെ കുറച്ചേ ഉള്ളൂ. പാർട്ട് 7 എന്ന് പറയുന്ന കാരണം ഒരു 35 വർഷമൊക്കെ ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് സപ്പോസ് ടു ഹാവ് മോർ. അല്ല, ഈ 35 വർഷം കണ്ടിന്യൂസ്ലി എഴുതുന്നതല്ല. പിന്നെ ഒരു പാർട്ട് എഴുതും, ബ്രേക്ക് എടുക്കും, അടുത്ത പാർട്ട് എഴുതും, ബ്രേക്ക് എടുക്കും. ഇത് പാർട്ട് 8 ഇറങ്ങിയത് 20s-ലോ 2020 മുമ്പ് കണ്ടാണ് ഇറങ്ങിയത്. അതിനുശേഷം ഇപ്പോഴാണ് പുള്ളി പാർട്ട് 9 തുടങ്ങിയത്. കേട്ട് പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. ജോജോസിൽ ഓരോ സ്റ്റാൻഡിന് ഓരോ പാട്ടിന്റെ റെഫറൻസ് ആണ്. ബാൻഡ് ഒന്നേൽ ബാൻഡ് ആയിരിക്കും, അല്ലെ പാട്ടായിരിക്കും. കാരണം ഈ പുള്ളിക്ക് ഇഷ്ടമുള്ള പാട്ട് ഓരോ സ്റ്റാൻഡിന്റെ പേരായിട്ട് കൊടുക്കും. എക്സാമ്പിൾ പറഞ്ഞുതരാം. കില്ലർ ക്വീൻ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. ക്വീൻ എന്ന ബാൻഡിന്റെ ഫേമസ് പാട്ടാണ് കില്ലർ ക്വീൻ. ആ പാട്ടുണ്ടല്ലോ, അത് ഒരു ക്യാരക്ടർ ഉണ്ട്. കീര യോഷിക്കാ എന്ന് പറയുന്ന ആളുടെ വൈഫാണല്ലോ, നല്ല വൈവാണ്. മെറ്റാലിക്ക നമ്മുടെ മാത്രമേ ഇല്ലാതുള്ളൂ, ബാക്കി ഒരു പാട്ടുണ്ട് D4C, Dirty Deeds Done Dirt Cheap, Wonder of You. എനിക്ക് പിന്നെ ഈ സ്റ്റാൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ബാക്കിയുള്ള പവർ സിസ്റ്റം പോലെ കുറെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഡിപ്ലീറ്റ് ആവില്ല. ചക്ര കുറെ യൂസ് ചെയ്യുമ്പോൾ, രേയാക്സ് യൂസ് ചെയ്യുമ്പോൾ ഡിപ്ലീറ്റ് ആവും, ഹാക്കി യൂസ് ചെയ്യുമ്പോൾ ഡിപ്ലീറ്റ് ആവും. ആ ഒരു പ്രശ്നം ഇതില്ല. നിങ്ങൾ ചാവണ വരെ യൂസ് ചെയ്യാം, അത്ര പവർഫുൾ ആണ്. പിന്നെ ഉപയോഗിക്കുന്ന ആൾക്കനുസരിച്ചിരിക്കും. ആൾ എത്ര നല്ല ബുദ്ധി ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യോ അത് അത്രത്തോളം. കാരണം ഇതിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള സ്റ്റാൻസ് ഉണ്ട്, പക്ഷെ ഉപയോഗിക്കുന്ന ആൾക്ക് പൊട്ടനാണ്. അങ്ങനത്തെ ഉണ്ട്, വെറും മണ്ടനാണ്. മറ്റേ വൺ പീസിൽ ഇടയ്ക്ക് മറ്റേ വിഷയം പെട്ടെന്ന് തട്ടിപ്പോവില്ല. അങ്ങനത്തെ കഴിഞ്ഞ മറ്റേ എപ്പിസോഡിൽ പറഞ്ഞു അത് തന്നെ. അതേപോലത്തെ കുറെ പവേഴ്സ് ഉണ്ട് ഇതിൽ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് സ്റ്റാൻഡ്, വണ്ടർ ഓഫ് യു എന്ന് പറഞ്ഞ സ്റ്റാൻഡ് ഉണ്ട്. ഒരു OP സാധനമാണ്. പറഞ്ഞാൽ പുള്ളി ആ ഒരു പവർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളെ അടുക്കാൻ പറ്റൂല, അല്ല ഒരാൾക്ക് നമ്മളെ അടുക്കാൻ പറ്റൂല. ഇപ്പം ഞാൻ ഒരു കൊലപാതകം ചെയ്തിട്ട് ഒരു കൊലപാതകം ചെയ്ത് ഞാൻ കൊലപാതകം ചെയ്തു എന്ന് വേറെ എന്തെങ്കിലും പറയടാ. കട്ടി
ഇതടിച്ചി പോവും, ഇതിപ്പോ ഇതടിച്ചി പോവും. ശരി പറ, നീ കൊലപാതകം ചെയ്ത് പോലീസ് എന്റെ പിന്നാലെ വരുന്നു. പോലീസിന് ഒരു കാലത്ത് തന്നെ എടുക്കാൻ പറ്റൂല. എന്ത് നീ ചീട്ടടിക്കോ? വെറുതെ ആൾക്കാർക്ക് പിടിക്കാത്തത്. പോലീസ് വന്നോണ്ടിരിക്കുന്നു, കാറിൽ വരുന്നു, ഓടി സ്പീഡിന് വരെയാണ്. ഏതെങ്കിലും ഒരു പട്ടി കുറുകെ ചാടും. നമ്മൾ വിചാരിക്കൂല. ഇപ്പം ആ ഒരു സ്റ്റാൻഡിന്റെ പവറാണ്. നമ്മളിപ്പം ഞാൻ ഇങ്ങനെ സാധാരണ രീതി നടന്നു പോവുകയായിരിക്കും, പക്ഷെ എന്റെ പിന്നാലെ പോലീസ് ചീറിപ്പാഞ്ഞു വരികയാണ്. ഉടനെ പട്ടി കുറുകെ ചാടുന്നു. പോലീസ് ഈ വണ്ടി ചട്ടി വേറൊരു ബസ്സിൽ കയറി ഇടിക്കുന്നു. പോലീസ് വണ്ടി കത്തുന്നു. ആൾക്കാര് 4 ഇൻഫിനിറ്റിയുടെ വേറെ ഒരു ലക്ക് ഫാക്ടർ. മറ്റേ ഡെഡ്പൂളിൽ ഒരു ഇതുണ്ടല്ലോ, ഒരു മ്യൂട്ടന്റ് അതേപോലത്തെ ഒരു സാധനമാണ്. കള്ളകളി അതാണ് പ്രത്യേകത. പോട്ടെ, നമ്മളിപ്പോ പുള്ളിനെ വെടിവെച്ചെന്ന് വെച്ചോ. പുള്ളിനെ വെടിവെച്ച് കഴിഞ്ഞാൽ പുള്ളി നടന്നു പോകുന്ന സമയത്ത് ഒരു പോസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. ആ പോസ്റ്റില് വെടി തട്ടി വേറെ എവിടെയും തട്ടി റിക്വസ്റ്റ് ചെയ്ത് നമ്മുടെ തലയെ കൊല്ലും. അതാണ് ഒരു വെറും ബ്രോക്കൺ ആണ്. അതേപോലത്തെ ഒരു പവറാണ്. നല്ല രസമാണ്. പക്ഷെ അതിനെ വരെ ഡിഫീറ്റ് ചെയ്യുന്ന ഉണ്ട്. എന്ത് പാടാന്ത് വെറുതെ ആൾക്കാർ കുഴപ്പമില്ല. സോ ഇഫ് യു വാണ്ട് ടു വാച്ച് യു പ്ലീസ് ഡു ലെറ്റ് us know. പക്ഷെ കോമഡി എന്താന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ JJKയിലുള്ളത് മനസ്സിലാക്കാൻ പറ്റൂല. തലവേദന പിടിച്ച സാധനങ്ങളാണ് ഇതില്. പിന്നെ നമുക്ക് മനസ്സിലാക്കാനുള്ള രീതിയിൽ അവർ പറഞ്ഞു തരും. ഇത് അതുമല്ല, ഇത് ഇങ്ങനെ സംഭവിക്കും, അത് നിങ്ങൾ കണ്ടാൽ മതി. അതാണ് JJK. എല്ലാവർക്കും സെയിം അല്ല, എല്ലാവർക്കും സെയിം അല്ല. പിന്നെ കേഴ്സസ് മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. കേഴ്സസ് ജനറേറ്റ് ആവണത് വ്യത്യാസമാണ്. കേഴ്സ് ടെക്നീക്സ് യൂസ് ചെയ്യണത്, റിവേഴ്സ് കേഴ്സ് ടെക്നീക്സ് യൂസ് ചെയ്യണവരുണ്ട്. പിന്നെ മറ്റേ കേഴ്സ് എനർജിയുടെ സ്ട്രെങ്ത് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറെ വേരിയബിൾസ് ഉണ്ട് JJK. പിന്നെ ഇത് സ്റ്റാൻഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരാളുടെ മെന്റൽ പവർ അതെങ്ങനെ ട്രെയിൻഡ് ആണോ അതോ ഇൻഹെറന്റ്ലി കിട്ടണാണോ? ഇൻഹെറന്റ്ലി കിട്ടണം. ഓക്കെ. ചിലർക്കാണെങ്കിൽ ജന്മന കിട്ടും, ചിലർക്ക് ഓൺ ദ സ്പോട്ടിൽ കിട്ടും. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ഈ നേരത്തെ സോലിയേട്ടൻ പറഞ്ഞതുപോലെ ഒരു ആരോ ഉണ്ട്. ഈ ആരോയ്ക്ക് ആ ഒരു പവർ ഉണ്ട്. സംഭവം പറയുന്നത് സംഭവം എല്ലാവർക്കും ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാവർക്കും നമ്മുടെ ബോഡിക്കകത്ത് നമുക്ക് ഒരു ഇൻഹെറന്റ് ആയിട്ടൊരു പവർ കാണുമല്ലോ. സൂപ്പർ സൈൻ വിത്ത് ഹ്യൂമർ സ്റ്റെപ്സ്. അല്ലെങ്കിൽ മറ്റേ 100 നെന്നുണ്ട്. പക്ഷെ ആ നെല്ല് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കാണും. നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എച്ച് ചെയ്തിട്ടുള്ള ഒരു സാധനം കാണും. ആ ഒരു സാധനമായിരിക്കും നമ്മുടെ പവർ. അതേപോലത്തെ ഒരു പവർ പുറത്തെടുക്കുന്നതാണ് ആരോ. സ്ലീപ്പിംഗ് ഡോഗിനെ കുത്തി ഇളക്കുന്നതാണ് ആരോ. വേറെ എന്തൊക്കെ അനാലജി ഉണ്ട് അതിന്റെ ഇടയിൽ കൂടെ മറ്റേ ഉറങ്ങണ പട്ടി എന്നൊക്കെ പറ്റുള്ളൂ. നാണുണ്ടോ? രസകരമായിട്ടുള്ള രീതിയിലുള്ള കഥ കൊണ്ടുപോകണം. ഇൻട്രസ്റ്റിംഗ്. കാരണം ബെർസർക്കിന്റെ അടുത്ത് ഹയസ്റ്റ് റാങ്ക്ഡ് മാംഗാസ് നോക്കുകയാണെങ്കിൽ ബെർസർക്ക് കഴിഞ്ഞ് തൊട്ട് താഴെ വരുന്ന പാർട്സ് ആണ് ചോദിച്ചത്. Yeah, so we had a comment on YouTube yesterday saying Berserk is overrated. How would you respond to that? How would you respond to it? Triggered Berserk fanboy. Yeah, what would you say to that person? എവിടെ കാണട്ടെ. അവന്റെ മിക്കവാറുള്ള വാചകമായിരിക്കും ഗ്രിഫിത്ത് ഡിഡ് നത്തിങ് റോങ്. നോക്കിക്കോ. ചിലരെങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്, വിചാരിക്കാത്ത ആൾക്കാരുണ്ട്. ഇപ്പം കുറച്ചുകൂടെ പിന്നെ പോപ്പുലാരിറ്റി കേറി കൂടുന്നുണ്ട്. എന്താ പറഞ്ഞാ മറ്റേ ഇത് പറയാ മറ്റേ എല്ലാരും മറ്റേ മുടി വെട്ടുമ്പം മറ്റേ കോമൺ ആയെന്ന് പറയുന്ന പോലെ മറ്റേ ആൾക്കാര് കൂടുതലായിട്ട് വായിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു.
മാങ്കാസ് സ്റ്റാർട്ട് കഴിഞ്ഞു. എല്ലാ ഒരു പുതിയൊരു ആനിമെ വീബിനെ സംബന്ധിച്ച് ഫസ്റ്റത്തെ ഫേസ് എന്ന് പറഞ്ഞ ആനിമയാണ്. ആനിമെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടെ മറ്റേ ഇത് കൂടാൻ വേണ്ടി മാങ്ക വായിച്ചു തുടങ്ങും. അപ്പൊ മാങ്കയിൽ ഒരു ഫേസ് കഴിഞ്ഞ മറ്റേ ഒരു ഫേസസ് ഉണ്ടല്ലോ. I don't think Berserk popularized this because of manga. I think Berserk popularized because of ഒന്നത് രണ്ട് കുറെ apparel and merchandise brands have started endorsing Berserkന്റെ. കാരണം the design is very എന്താ പറയാ ബ്ലഡ് ലോഗോ ഇല്ല, മെറ്റാലിക്ക വൈബാണ്. ഒന്ന് നമ്മള് ചെയ്ത ഡിസൈൻ ആണെങ്കിലും ഒന്നൊരു കൾട്ട് സാധനമാണ്, രണ്ട് കുറച്ചും കൂടെ ഡാർക്ക് ഗോറി എഡ്ജി ഐറ്റം ആണ്, രണ്ട് അനിമെ കണ്ട് കുറച്ച് എപ്പിസോഡ് കണ്ടുണ്ട്. ഈ എൽഡൻ റിംഗ് ഇറങ്ങിയാണ് കുറച്ചുകൂടെ പോപ്പുലർ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൽഡൻ റിംഗ് അഥവാ പോട്ടെ സോൾസ് ബോൺ ജേണർ, ആ ഒരു ഇതിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ബെർസേർക്കാണ്. എന്തോന്നാണ് മെയിൻ ക്യാരക്ടർ പാടുപെട്ട് ജീവിച്ചാണ് ഓരോ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്തത്. അതേപോലെ തന്നെയാണ് സോൾസ് ബോണിലെ കഥയും. മെയിൻ ക്യാരക്ടർ ഗതികേട് പിടിച്ചാണ് നടക്കുന്നത്. ചെന്ന് തട്ടി എവിടെ വേണോ വീടായി, ആരുടെ കയ്യിൽ നിന്ന് വേണോ അടി, അങ്ങനത്തെ ഒരു സംഭവമാണ്. കളിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. കാരണം നമുക്ക് ആരെ വേണം ഫൈറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ആളായിരിക്കില്ല നമ്മളെക്കാളും പവർഫുൾ ആയിട്ടുള്ളത്. ഇപ്പൊ ഒരു സാധാ സ്കെൽട്ടൻ ആയിരിക്കും, പക്ഷെ അതിന്റെ ഒരൊറ്റ അടിയിൽ നമ്മൾ ഭയങ്കരമായിട്ട്. കാരണം ആളിയെ മറ്റേ ബ്രൂട്ട് ഫോഴ്സിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാണ് അടിയാണ്. സൈസ് മാത്രമേ ഉള്ളൂ, നിന്നെ കൊണ്ട് നാളെ വാഴ തീച്ചുമ്പോഴത്തേക്കും വലിച്ചെറിയും പോടാൻ ആ സീൻ. അതേപോലെ ആ ഒരു ഇതാണ് ആ ഒരു എന്താ പറയാ സ്റ്റോറി അല്ലെങ്കിൽ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ എൽഡൻ റിംഗ് അല്ലെ സോൾസ് ബോൺ ഗെയിംസിനെല്ലാം കൊടുക്കുന്നത്. ഓക്കെ, അതാണ് നീ മറ്റേ വാഗബൗണ്ട് വായിച്ചോണ്ടിരിക്കല്ലേ, എന്താണ് അഭിപ്രായം? ഇറ്റ്സ് എ പീസ് ഓഫ് ആർട്ട്. എന്താ പറയാ, ഓരോ പാനലും നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ ആൾക്കാരെ എൻഡോസ് ചെയ്യുന്നത് ഞാൻ ഒരു കൂട്ടുകാരന്റെ അടുത്ത് ബെർസേർക്ക് വായിക്കാൻ പറഞ്ഞു. പുള്ളി മാങ്ക അത്ര ഇഷ്ടമല്ല, പക്ഷെ അതല്ല ആനിമേ അല്ല ഇമാജിനേഷൻ പവർ എനിക്ക് ഇത്തിരി കുറവാണ്. ഞാൻ ആലോചിച്ച് ഈ ഫൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു പാനൽ നമ്മൾ അതിനാകുമ്പോ കറക്റ്റ് ഇങ്ങനെ വെട്ടിയൊക്കെ ഇമാജിൻ ചെയ്തെടുക്കും. പക്ഷെ അവൻ അതല്ല. അവനാണ് എക്ലിപ്സ് കുഴപ്പമില്ലായിരുന്നു, കുറച്ച് ഡാർക്കാണെന്നേ ഉള്ളൂ. ഞാനാണെങ്കിൽ വായം നമ്മള് വായിച്ച മാങ്ക ഇങ്ങനെയല്ല അല്ല. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ അതല്ലേ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു എങ്കിൽ ഒരു കാര്യം, നീ ഇതുവരെ കണ്ടതല്ലേ ബെർസേർക്കിന്റെ ഒരു 3 പടമുണ്ട്, ആ പടം ഒന്ന് കണ്ടു. കണ്ടിട്ട് അളിയാ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇത്ര ഡാർക്കായിരുന്നു, അത്ര അഡാപ്റ്റേഷൻ പോലും അല്ല, എന്നിട്ട് പോലും അവൻ പറഞ്ഞു ഇത്രയും ഡാർക്കെന്ന്. അങ്ങനെ ആയിപ്പോയി അവൻ. നീ അതൊന്നും പറയണ്ട. അപ്പൊ ഇവന്റെ ഡിസ്റ്റർബിംഗ് ഒക്കെ മോശമാണ്. ഇവന്റെ ഡിസ്റ്റർബിംഗ് മറ്റേ സൈക്കോളജിക്കലി വേണ ആളുതിടുവേ. ഞാൻ കുറെ ഇത് വരുന്നുണ്ട് ഇപ്പം. പോരാത്തതിന് ലൈക്ക് എല്ലാ വീട്ടിലും ചേട്ടന്മാര് അനിയനെ എടാ പടിയടാന്ന് പറയും. പക്ഷെ ഇവിടെ മാത്രം വെറൈറ്റി ആയിട്ട് അനിയനെ കൊണ്ട് കുത്തിയിരുന്ന അനിമ കാണിപ്പിക്കുന്ന പ്ലീസ്. ഇവ അനിയനെ ബ്രെയിൻ വാഷ് ചെയ്ത് അവനിപ്പം മറ്റേ പടം വരയ്ക്കാൻ അനിമ വരയ്ക്കാൻ തുടങ്ങി. ഇനി കുറച്ച് കഴിഞ്ഞ് ചിലപ്പോ അനിയൻ മാങ്ങൊക്കെ ആയിട്ട് വരും. നീ എന്നെ കൊണ്ട് അനിമ കാണിപ്പിച്ചില്ലേ? അനിമ കാണിപ്പിച്ചതല്ല, അനിമ കാണിപ്പിച്ച കാരണം അമ്മ വീട്ടിൽ കണ്ടോണ്ടിരുന്നപ്പോ ആ ചെറുക്കനാണ് സൈഡിൽ കൂടെ ചേട്ടാ ഇത് എന്തോ സാധനം എന്ന് പറഞ്ഞ് നോക്കിയതാണ്. എത്ര വയസ്സുണ്ട്? 12. ഇപ്പൊ 12 വയസ്സ്. ഇപ്പൊ 12 വയസ്സുള്ളൂ. ചെറുതിലെ മറ്റേ വീബ്സിനെയൊക്കെ വാർത്തെടുക്കലാണ്. സന്തോഷമുണ്ട്. ചെക്കൻ്റെ ഫേവറേറ്റ് ബ്ലീച്ച് എന്നാണ് പറയുന്നത്. വൺ പീസ് ഇപ്പൊ വാനോ എത്തി, പക്ഷെ എന്നിട്ടും ബ്ലീച്ചാണ് ഇഷ്ടം. പലർക്കും ദേഷ്യം വന്നേക്കാം. പാവം എന്റെ അനിയൻ അവനെ പുറത്ത് കൊണ്ടുവരൂല. ഇപ്പം മറ്റേ വോളണ്ടിയർ ആയിട്ട് വി ഗീവ് ഹിം മറ്റേ പോസ്റ്റർ ബാഡ്ജസ് പരിപാടിയൊക്കെ. അപ്പൊ പോസ്റ്റർ കൊടുക്കുമ്പോ വേണ്ട വീട്ടിൽ സ്ഥലമില്ലെന്നാണ് പറയുന്നത്. അമ്മ അടിച്ചിറക്കുന്നു. മറ്റേ സൈന്യത്രി വെച്ചാല് കേക്ക ഒന്നുമില്ല. ഇനി സന്തോഷം. ഇവ ഒരു ബേഴ്സേർക്കിന്റെ പോസ്റ്റർ അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ എക്ലിപ്സ് അല്ല മറ്റേ
എക്ലിപ്സ് നമ്മൾ നേരത്തെ ചെയ്തല്ലേ, ഇപ്പൊ Skull വന്ന് അത് വെട്ടാൻ പോണ സാധനം. അപ്പൊ സംഭവിച്ചു, ഞാൻ പറഞ്ഞത് പ്രിന്റ് എടുത്ത് നിനക്ക് പറഞ്ഞ തരാം, എനിക്ക് വേണ്ടത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല. കൊണ്ടുപോകാൻ പറ്റില്ല. അല്ല അത് കണ്ട കൊള്ളാം. തന്നെ എന്റെ മോമ്പഴിച്ച് വേറെ ബേസിക്കലി ആർട്ടിസ്റ്റിന്റെ നിക്കോ റോബിന്റെ ഡ്രോയിങ് അല്ലേ. സോ ബേസിക്കലി ആർട്ടിസ്റ്റ് ഷീ ഗേവ് മീ a നിക്കോ റോബിന്റെ ഡ്രോയിങ്, പക്ഷേ ഐ couldn't take that home because വീട്ടിൽ കയറ്റൂലായിരുന്നു. അടുത്ത മീറ്റപ്പിന് സെറ്റപ്പ് ചെയ്യാം. അടുത്ത മീറ്റപ്പിന് ടീംസ് കൂട്ടി വെക്കാം. ബിഗ് 3 ഒന്ന് വരയ്ക്കാൻ പറ്റൂ? മനസ്സിലായില്ലേ? ക്യാൻസൽ ഇതിന്റെ ബാൻ ചെയ്യേ. ഇവരൊന്നും പിടിച്ചിരുത്ത ശല്യം. അമൃത, യു ഹാവ് another request. ബിഗ് 3 ആരൊക്കെ വേണം നിനക്ക്? ബിഗ് 3 ബിഗ് 3 പറയുന്നത് നറൂട്ടോയിൽ നിന്ന് സുനാട്. പക്ഷെ വൺ പീസിൽ ആരെ എടുക്കാൻ കൊള്ളാം? എനിക്കിഷ്ടം ഹാൻകോക്ക് ആണ്, മൈ ഫേവറേറ്റ്. ഹാൻകോക്ക് നൈസാണ്. ഹാൻകോക്കും നിക്കോ റോബിൻ ഇങ്ങനെയാണ് നിക്കുന്നത്. ഇതില് അങ്ങനെ നിർത്തണ്ട. ഇതൊക്കെ പോസ്റ്റിന് എഡിറ്റ് ചെയ്യും. ശരി, ഹാൻകോക്ക് അല്ലെങ്കിൽ നിക്കോ റോബിൻ, ഇതിലാരെ ചൂസ് ചെയ്യും നിങ്ങൾ? ഞാൻ ഹാൻകോക്ക്. റോബിൻ. രണ്ടുപേരിൽ ഏതെങ്കിലും ഒരാൾ വേണം, ഒരു ക്യാരക്ടർ പോൾ. മൂന്നേരുള്ളതിൽ ഞാൻ, പക്ഷേ എനിക്ക് നിക്കോ റോബിനാണ് കുറച്ചുകൂടി ഇഷ്ടം. കാരണം വൺ പീസിന്റെ വാനോ ആർക്കിലൊരു സീനാണ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അല്ല, അവളുടെ ഗെയ്ഷയായിട്ട് പറഞ്ഞ ഫസ്റ്റ് അപ്പിയറൻസ് ഉണ്ട്, നല്ല ഭംഗിയാണ് അത് കാണാൻ. പക്ഷെ ആ ഒരു ഇറോട്ടിക് സെൻസ് എടുക്കുകയാണെങ്കിൽ വേണ്ട ബ്ലീച്ചിലാണെങ്കിൽ റാങ്കിക്കും ആയിരിക്കും കുറച്ചുകൂടെ സ്യൂട്ടബിൾ. പക്ഷെ നെല്ലും ചേരും. അഡൽറ്റ് വൺ നീ ശരിയല്ല. അല്ല, ചിലവന്മാർക്ക് ഇത്തിരി നെല്ലെന്ന് പറയുന്നു. നെല്ലിന്റെ സംഭവം എന്ന് പറഞ്ഞാണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് കാണുമ്പം ഇത്രേ ഉള്ളൂ, കൊച്ചുകുട്ടി. കുരുപ്പ്, കട്ട കുരുപ്പ്. നല്ല രസമാണ്, നല്ല വൈബാണ് കൊച്ചി. പിന്നെയാണ് വരുന്നത്. ഇച്ചിഗോ ഒന്ന് പണിയായി കിടക്കുമ്പോഴേക്കും ഇച്ചിഗോന്ന് വിളിച്ചോണ്ട് വരും. ഒറ്റ വരവുണ്ട്. ഓഹ്, അത് കഴിയുമ്പോ പിന്നെ എന്റെ പൊന്നിടാവേ, ഒന്നും പറയണ്ട. ഇപ്പം ആനിമയിലുള്ള വേറൊരു ക്യാരക്ടർ ഉണ്ട്, വൺ പീസിലുള്ള ഇപ്പം മാങ്കേ പോകുന്ന ഒരു ക്യാരക്ടറിന്റെ ഏകദേശം സിമിലർ ആയിട്ട്. അങ്ങനെ സ്പോയിലൊന്നും പറയരുത്. അതെ, അങ്ങനെ വരും. ലൈക്ക് അതുപോലെയാ മറ്റേ. പിന്നെ എന്തോ വലിയ കാര്യയുടെ പ്രശ്നമുണ്ട്. എനിവേസ്, നമ്മൾ ഇന്നപ്രോപ്രിയേറ്റുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതാണ്. കട്ട് ചെയ്ത് വരുമ്പോൾ ഈ പോഡ്കാസ്റ്റിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ലിങ്ക് അയച്ചു കൊടുക്കാം. അമ്മയ്ക്ക് അയച്ചു കൊടുക്കാം. അമ്മയ്ക്ക് അൺകട്ട് അടിച്ച് അയച്ചു കൊടുക്കാം. പ്രൈവറ്റ് രണ്ട് ഫയലായിട്ട് ചെയ്തിട്ട് പ്രൈവറ്റ് ആയിട്ട് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാം. വന്നാലും കുഴപ്പമില്ല. ഒരിക്കലെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടായിരിക്കും. ഇങ്ങനെയാണെങ്കിൽ നിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങൂല. അനിയനെ കൊണ്ടുവരാൻ നല്ല അനിയനെ കൊണ്ടുവരാൻ പറ്റിയ വോളണ്ടിയർ സെറ്റും. സത്യം. അയ്യോ, ഓക്കെ. സോ വി ഹാവ് എന്താ പറയാ എലീറ്റ് ടീം ഓഫ് വോളണ്ടിയേഴ്സ്, അസൈമോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിലുള്ള ഒരു വളരെ വലിയൊരു മുതലാണിത്. ഇതുപോലെ വേറെ ഇഷ്ടം പോലെ മുതലുകളുണ്ട്. അടുത്ത അതിന് നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. ഇത് മറ്റേ ഗസ്റ്റ് അപ്പിയറൻസിന്റെ ഒരു തുടക്കമായിട്ട് കാണാം. സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് നമ്മൾ അതാ, we would like to invite subscribers also. So if anybody wants to join, like Insin Trivandrum wants to join us for an episode, that would be great. അടിപൊളിയായിരിക്കും. So
So if you want to, let us know. നമ്മളെ മാത്രം മോൻ കണ്ട് മടുക്കാതെ we'll have some new things to talk about. So we'll have ഇപ്പൊ ഫുൾ ജോജോ സംഭവം like very new. വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. പുതിയ അനിമെ അല്ലെങ്കിൽ പുതിയ ടൈപ്പ് റെക്കമെൻഡേഷൻസ് ഉണ്ടാവും. അവരുടെ എക്സ്പീരിയൻസ് അനിമെ കാണുമ്പോൾ ഉള്ള സംഭവം. കോൺട്രോവേഴ്ഷ്യൽ ഒപ്പീനിയൻ, എനിക്കെന്തോ കാഗറവാച്ചി അത്ര കിടിലൊന്നും തോന്നുന്നില്ല. കാഗ്രവാച്ചി എനിക്കൊന്നും കുറച്ചുകൂടെ ടൈം എടുക്കും. ഫസ്റ്റത്തെ 2-3 ചാപ്റ്റേഴ്സിന്റെ ആ ഒരു പവർ അതിന് ഡിപ്പായി, നല്ല വട്ടം ഡിപ്പായി. ഇപ്പം മറ്റേ കോമൺ അതാ സെയിം ആനിമെ പാറ്റേണിലോട്ട് പോയി. എനിക്കത് ഫീൽ ചെയ്ത അതങ്ങനെ. എനിക്ക് അത് തന്നെ തോന്നിയത്. എനിക്ക് വലിയ കിടിലൊട്ടും തോന്നിയില്ല. അല്ലെങ്കിൽ ഐ വാസ് ലൈക്ക് സർപ്രൈസ്ഡ്. കാഗറവാച്ചി ഇത്ര കിടില സാധനമാണോന്ന് വെച്ചാൽ തുടക്കം വാസ് എന്താ പറയാ വളരെ ന്യൂ കോൺസെപ്റ്റ്. മേ ബി ദാറ്റ്സ് വൈ ആൾക്കാർ അത്ര കിടിലെന്ന് തോന്നിയത്. അത് കുറച്ചുകൂടെ ഇതുമായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ ഗഡ്സിന്റെ ആ ഒരു എൻട്രി ഉണ്ടല്ലോ, പബ്ബില് വരുന്ന ഒരു എൻട്രി, അതായിട്ട് കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. കാരണം ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരുന്നു, ആരും അറിയാതെ വന്ന് കുറച്ച് 3-4 ബാഡ് ഗൈസിനെ വെട്ടി 2 പീസ്. എൻട്രി എന്നല്ല, ക്യാരക്ടറിന്റെ ആ മറ്റേ സ്റ്റോറിയുടെ ബിഗിനിങ്ങിന് ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു. മേ ബി ദാറ്റ്സ് വൈ ഇറ്റ് പീക്ഡ് പെട്ടെന്ന് മാങ്ക. അങ്ങനെ സംഭവം ആയിരിക്കും. കുഴപ്പമില്ല, ആർട്ട് സ്റ്റൈല് അത്യാവശ്യം നല്ലതാണ്. ഫോർ എ ന്യൂ ജെൻ അനിമെ മാങ്ക ഇറ്റ്സ് ഗ്രേറ്റ്. For a new gen manga, ഇപ്പോൾ ഉള്ള മാങ്കാസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഇങ്ങനെ 3 ഗേൾസ് ഹു റിയലി ലവ് യു, പിന്നെ അല്ലെങ്കിൽ മറ്റേ കുറെ ഒരുമാതിരി വൃത്തിയായിട്ട കുറെ സാധനങ്ങൾ എടുത്ത് മറ്റേ ഒരു 1.5 പേജ് പറഞ്ഞ പേരൊക്കെ ഉള്ളിടത്ത് കുറച്ചുകൂടെ എനിക്ക് എന്താ നമ്മളെ കാഗറ പേര് മാത്രമല്ല മറ്റേ അനിമയുടെ മാങ്കയുടെ ബിഗിനിങ് ആണെങ്കിലും കുറച്ച് ഡാർക്കാണ് സാധനം. ഒന്ന് ഡാർക്കാണ്, 2 കുറെ കൂടെ ടേക്സ് യു ബാക്ക് ടു കുറച്ച് പഴയ മാങ്കാസ്. അതാണ് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഐ തിങ്ക് ദാറ്റ്സ് വൈ ഇറ്റ്സ് നൈസ്. സ്റ്റാർട്ടിങ് നൈസ് ആയിരുന്നു, പിന്നെ ഒരു 3 ചാപ്റ്റർ കഴിഞ്ഞ് പിന്നെ മറ്റേ കുറച്ച് ഇംപ്രൂവ് ആവാനുള്ള ഒരു മാങ്ക എന്ന് പറയുന്നത് ബൊറൂട്ടോയാണ്. ആർട്ട് കുറച്ചുകൂടെ ഇംപ്രൂവ് ആവാനുണ്ട്. കാരണം നറൂട്ടോയുടെ ആർട്ടിലോട്ടൊന്ന് കുറച്ചുകൂടെ ഒന്ന് ആയി വന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് ആവുന്നുണ്ട്. ഇടയ്ക്ക് 1-2 പാനൽസ് എല്ലാം ബൊറൂട്ടോയില് 2-3 പാനൽസ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. We are planning on doing a Boruto സംഭവം, right? Okay, so we will be having a Boruto special coming soon. Yeah, I think we will wrap up for this time. It's been great having you. Thank you for coming to the show, guys. Thanks for coming to the show. So it's a basic thing. Like, share if you like the video, let us know. Comment if you have any new interesting controversial topics, something. You always welcome controversial topics. എന്നാലും still we love you as always. നന്ദി. So like, share, subscribe, turn on notifications, let your friends know. If you want to join the community, let us know on Instagram, Shinigami Series Officials on Instagram. If you want us to review pudiya anime something adum arika. Instagram we are very active. If you want us to do something for you also, let us know. And that's it for today. Sayonara. Bye.